സന്നിധി നിൽക്കുന്നു. അപരിച്ചവനത്തിന് മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. മിശിയോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യാനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകം എമ്പാടുമുള്ള മിശിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിശിയോ ടീമിനെ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഈശോ അഭിഷേകം സ്വീകരിക്കട്ടെ. രക്ഷകാ ഗായക പാലകാ നമോ. രക്ഷകാ ഗായക പാലകാ നമോ. സ്നേഹത്തിൻ വീണയാം യേശുനാഥ വാഴ്ത്തിടാം ഞങ്ങൾ വണങ്ങിടാം. വാഴ്ത്തിടാം ഞങ്ങൾ വണങ്ങിടാം. രക്ഷകാ ഗായക പാലകാ നമോ. കമനീയ രൂപനേ കാരുണ്യ വാരിധേ കരതാരിൽ ഞങ്ങളെ കാത്തിടുക. കമനീയ രൂപനേ കാരുണ്യ വാരിധേ കരതാരിൽ ഞങ്ങളെ കാത്തിടുക. കനക പ്രതീക്ഷകൾ രാഗം രചിക്കുമെൻ മനസ്സിന്നു താളമായി നീ വരില്ലേ നാഥ, നീ വരില്ലേ. രക്ഷകാ ഗായക പാലകാ നമോ. നൈവേദ്യമേകിടാം നറുമാലരായിടാം സ്വർലോകരാജനെ സർവേശ്വരാ. നൈവേദ്യമേകിടാം നറുമാലരായിടാം സ്വർലോകരാജനെ സർവേശ്വരാ. നിൻ ദിവ്യശോഭയിൽ എന്നെ നയിക്കുവാൻ സ്നേഹത്തിൻ നാളമായി നീ വരില്ലേ നാഥ, നീ വരില്ലേ. രക്ഷകാ ഗായക പാലകാ നമോ. രക്ഷകാ ഗായക പാലകാ നമോ.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തീത്തോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കുവാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കുവാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിന്റെയും രക്ഷകനായ യേശുക്രിസ്തുവിന്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയിൽ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, പാപാവസ്ഥയിലായിരിക്കുന്ന നമ്മെ എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിക്കുന്നതിനും നമ്മുടെ രക്ഷയ്ക്കായി നമ്മെ പ്രതി സ്വയം ബലിവസ്തുവായി തീർന്ന ഈശോനാഥ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. മിസ്സിയോ കുടുംബത്തെയും 17-ാമത്തെ ബാച്ചിലെ ഇന്ന് പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരെയും അങ്ങേ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ പിതാവും രക്ഷാധികാരിയുമായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെയും ആനിമേറ്ററായ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മുണ്ടേത്തച്ഛനെയും ലീഡറായ ബഹുമാനപ്പെട്ട ആലിസൂട്ടി ആന്റിയെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. റിസോഴ്സുമാരെയും മെന്റർമാരെയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവരുടെ കുടുംബത്തെയും ദൈവത്തിനു മുമ്പിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കരുണയുണ്ടാകണമേ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ കൂടി യേശു ഏക രക്ഷകൻ എന്ന മനസ്സിലാക്കുവാനും കൂടുതൽ പഠിക്കുവാനും ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും അങ്ങ് ഒരുക്കണമേ. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വിശുദ്ധ ലൂക്കാസ് സുവിശേഷങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണല്ലോ ഇത്. മിസിയോ പ്രിലിംസ് ബാച്ച് 17-ാമത്തെ ബാച്ച്. ഇന്നത്തെ സെഷൻ 4-ാമത്തേതാണ്. ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്ന നിത്യസത്യം, ജീസസ് ദ സേവിയർ, യേശു ഏകരക്ഷകൻ. ഈ ഒരു യേശു ഏകരക്ഷകൻ എന്ന നിത്യസത്യത്തെ ആഴമായി പഠിക്കുവാനും നമ്മുടെ എല്ലാ ജീവിതത്തിലെ തിരക്കുകൾ മാറ്റിവെച്ച് ഈ 1 മണിക്കൂർ സമയം മിസിയോയിലൂടെ ഈശോയ്ക്കായി പങ്കുവയ്ക്കുവാനുമായി നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. ഈ ഈശോയെ ഏകരക്ഷകനായി സ്വീകരിക്കുവാനായി ഒരുങ്ങിയെത്തിയ നിങ്ങൾ എല്ലാവരെയും ദൈവസ്നേഹത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതിനായി നമുക്ക് ഈ അവസരം നൽകിയ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഈശോയെ ഏകരക്ഷകനാകാനായി പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ജപമാല നടത്തിയത് അലക്സിയേട്ടൻ ആൻഡ് കുടുംബമാണ്. അലക്സിയേട്ടൻ ആൻഡ് ചേച്ചി, ഒത്തിരി നന്ദി. അതുപോലെ വളരെ ഇമ്പമായ ഒരു ഗാനം ആലപിച്ച് നമ്മെ പ്രാർത്ഥനയിലേക്ക് നയിക്കുകയായിരുന്നു ഫ്രാൻസിസ് ചേട്ടാ. താങ്ക് യു ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ സോങ്. ഇന്ന് നമുക്ക് പ്രാർത്ഥനയിൽ ലീഡ് ചെയ്തതും ബൈബിൾ വായിച്ചതും ജിനമ്മ ചേച്ചിയാണ്. ജിനമ്മ ചേച്ചി, താങ്ക് യു ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ പ്രയർ ആൻഡ് ബൈബിൾ റീഡിംഗ്.
മിസിയോയുടെ പ്രിലിംസ് ബാച്ചിന്റെ 17th സെഷൻ ഫോർ ജീസസ് ദ സേവിയർ എന്ന ടോപ്പിക്കിനെ പറ്റി നമ്മോട് സംസാരിക്കാനായും തന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ചിക്കാഗോ രൂപതയുടെ അധ്യക്ഷനും അതുപോലെ നമ്മുടെ മിസിയോയുടെ രക്ഷാധികാരിയുമായ പ്രിയ ബഹുമാനപ്പെട്ട അഭിവന്യ പിതാവ് മാർ ജോയ് ആലപ്പാട്ട് ഇത് നമ്മോടൊപ്പമുണ്ട്. പിതാവിനെ ഒത്തിരി ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം ക്ലോസിംഗ് മെസ്സേജ് ആൻഡ് ബ്ലെസ്സിംഗ് നൽകുവാനായി നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് പ്രിയ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് മേലവേട്ടത്താണ്. അച്ഛനെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ മിസിയോ ലീഡേഴ്സായ എല്ലാമായ നമ്മുടെ ആലിസൂട്ടി ചേച്ചി, ടോമിച്ചൻ ചേട്ടൻ, അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമുക്ക് വളരെയധികം റിസോഴ്സ് മെമ്പേഴ്സ് ആൻഡ് കോർഡിനേറ്റേഴ്സ് മിസിയോയുടെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്, മെന്റേഴ്സ്, ഇവരെ ഏവരെയും നിങ്ങളുടെ ഈ മിസിയോയിലേക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനത്തിന് വേണ്ടി ദൈവത്തിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം നമുക്കായി ഈശോ ഏക രക്ഷകൻ എന്ന പ്രൊക്ലമേഷനായി എത്തിയിരിക്കുന്നത് ജെസി മാത്യു ആണ്. ജെസി ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാനായി സ്മിത മോൻസിയും നമ്മോടൊപ്പമുണ്ട്. സ്മിതയെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സ്ലൈഡ് പ്രസന്റേഷൻ നമുക്ക് നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ടോമിച്ചൻ പുള്ളങ്കാവൽ ചേട്ടനാണ്. ചേട്ടനെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഒരിക്കൽ കൂടി ചെയ്തുകൊണ്ട് താമസിപ്പിക്കാതെ തന്നെ നമുക്ക് പ്രൊക്ലമേഷനിലേക്ക് കടക്കാം. യെസ് ചേച്ചി, പ്ലീസ് ഗോ അഹെഡ്. ദൈവത്തിന് സ്തുതി. ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിച്ചറിയുവാനും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ദൈവ കുടുംബമായി ജീവിക്കുവാനും നമുക്ക് സാധിക്കാത്തതിന്റെ കാരണം നമ്മുടെയും ലോകം മുഴുവന്റെയും പാപാവസ്ഥയാണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 7 വാക്യം 24 പൗലോസ് അപ്പസ്തോലൻ വിലപിക്കുന്നുണ്ട്, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ഈ ഒരു നെടുവീർപ്പാണ് നമ്മുടെ ഉള്ളിൽ കഴിഞ്ഞ ആഴ്ചയിൽ തിങ്ങി നിന്നിരുന്നത്. എന്നാൽ നമ്മെ എല്ലാവരെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ ഈശോ മിശിഹ സ്വർഗം വിട്ട് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു എന്ന സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും സദ്വാർത്തയാണ് ഇന്ന് നമ്മുടെ ഉള്ളിൽ നിറയുവാൻ പോകുന്നത്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ ദൈവത്തോടും സർവ്വ സൃഷ്ടികളോടും അനുരഞ്ജിപ്പിക്കുവാൻ വേണ്ടി ദൈവപുത്രനായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ മരിച്ച് നമ്മുടെ എല്ലാ പാപകടങ്ങളും വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞു എന്ന ഒരു ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ആദി മാതാപിതാക്കളുടെ അനുസരണക്കേട് മൂലം ദൈവമക്കളുടെ സ്ഥാനം നഷ്ടപ്പെടുത്തിയ മനുഷ്യന് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് സംശയത്തിന്റെ വിത്ത് വിതച്ച പ്രലോഭകനോട് ദൈവം പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം അധ്യായം 3 വാക്യം 15, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഈ രക്ഷയുടെ വാഗ്ദാനം കാലപൂർണതയിൽ പൂർത്തീകരിക്കപ്പെട്ടു. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി ദൈവദത്തിന് സമർപ്പിച്ചപ്പോൾ, ആ കാലസമ്പൂർണത വന്നപ്പോൾ മനുഷ്യപുത്രനായി ദൈവപുത്രൻ ജനിച്ചു. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 1 വാക്യം 31 ഗബ്രിയേൽ ദൂതൻ കന്യാമറിയത്തോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ഹീബ്രു ഭാഷയിൽ യേശു എന്ന വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണല്ലോ. ഈ രക്ഷകന്റെ ജനനത്തെക്കുറിച്ച് സ്വപ്നത്തിലൂടെ ദൂതൻ യോസേപ്പിതാവിനോട് പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 1 വാക്യം 20 21, നീ അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 2 വാക്യം 11 ദൂതൻ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു, ആ രക്ഷകനാണ് യേശുക്രിസ്തു എന്ന് വേദപുസ്തകത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് നാം കാണുന്നുണ്ട്. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 2 വാക്യം 31 പ്രവാചകനായ ശിമിയോൻ
ശിശുവായ യേശുവിനെ കണ്ടപ്പോൾ തന്റെ കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന്. അതുപോലെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 3 വാക്യം 17 ഇങ്ങനെ പറയുന്ന, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ തന്റെ ശിഷ്യന്മാർക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന് ഈശോ തന്നെ പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന രക്ഷകൻ ഞാനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. രക്ഷകനായ ഈശോ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് നമ്മെ എല്ലാവരെയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനാണ്. ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേട് മൂലം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവനും ദൈവിക മക്കൾ സ്വാതന്ത്ര്യവും എല്ലാം തന്റെ കുരിശുമരണ ഉത്ഥാന മഹത്വീകരണത്തിലൂടെ നമുക്ക് നേടിത്തരുവാൻ വേണ്ടിയാണ്. വിശുദ്ധ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 വാക്യം 19 പറയുന്നു, ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. അങ്ങനെ പാപത്തിന്റെ അടിമത്തത്തിൽപ്പെട്ട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് നമ്മൾ എല്ലാവരും ബന്ധനത്തിലായി, ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടി യേശുക്രിസ്തുവിന്റെ നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ പാപമില്ലാത്തനായ മനുഷ്യപുത്രന്റെ മുറിയപ്പെടലിലൂടെ തന്റെ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തി ശരീരം കീറി മുറിക്കപ്പെട്ട് കാൽവരി മലയിൽ 3 ആണികളിൽ തറയ്ക്കപ്പെട്ട് അവൻ പാപപരിഹാര ബലി അർപ്പിച്ചു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 വാക്യം 8. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അതെ സഹോദരരെ, എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി നാം ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് അവൻ പരിഹാരം ചെയ്തു. ഇനി ഒരു പരിഹാര ബലിയില്ല. ഈശോയുടെ മരണം നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം, പാപപരിഹാരത്തിനായി ഈ ഊനമറ്റ കുഞ്ഞാടിനെ ബലിയർപ്പിക്കണമെന്ന്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ഈ ഊനമറ്റ കുഞ്ഞാടായി മാറുകയാണ്. 1 യോഹന്നാൻ അധ്യായം 2 വാക്യം 2, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. അത് പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റും ചെയ്യാത്ത യേശുക്രിസ്തു ആദ്യം മുതൽ മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ഈശ്വരൻ 2ാം വരവിന് തൊട്ടു മുൻപ് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനു കൂടി പാപത്തിനുള്ള പരിഹാരം ചെയ്തു കഴിഞ്ഞു. തന്റെ പീഡാസഹന കുരിശുമരണത്തിലൂടെ പാപപരിഹാര ബലി അർപ്പിച്ചുകൊണ്ട് അവൻ നമുക്ക് നിത്യശിക്ഷാവിധിയിൽ നിന്നുള്ള മോചനം, പാപത്തിന്റെ അനന്തരഫലത്തിൽ നിന്നുള്ള മോചനം, സാത്താന്റെ ആധിപത്യത്തിൽ നിന്നുള്ള മോചനവും നേടിത്തന്നു കഴിഞ്ഞു. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 2 വാക്യം 15, അത് മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷകനായി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 12 വാക്യം 31, ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. തുടർന്ന് വിശുദ്ധ യോഹന്നാൻ അധ്യായം 14 വാക്യം 30 പറയുന്നു, നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവൻ എൻ്റെ മേൽ അധികാരമില്ല. പാപം ചെയ്ത് പിശാചിന്റെ കാൽക്കീഴിലായ മനുഷ്യ മക്കളുടെ മേലുള്ള അധികാരം തന്റെ കുരിശുമരണത്തിലൂടെ ഈശോ തിരിച്ചു പിടിച്ചു. അങ്ങനെ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെട്ടു, തന്റെ ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്തു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 19 30 പറയുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ ഞാൻ മരിക്കേണ്ടടുത്ത് എനിക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു. അവിടുന്ന് നമ്മുടെ രക്ഷകനായി മാറി. എന്നാൽ പിതാവായ ദൈവം ലോകം മുഴുവന്റെയും പാപത്തിന് പരിഹാരമായി മരിച്ച യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് മനുഷ്യകുലത്തിന് മുഴുവൻ നീതീകരണം സാധ്യമാക്കി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 14 വാക്യം 9, എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. അതുകൊണ്ട് ഇനി നമ്മൾ ആരും തെറ്റുകാരല്ല. ഞാൻ നിങ്ങളുടെ എല്ലാ തെറ്റുകൾക്കും പരിഹാരം ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെട്ടു. അങ്ങനെ യേശുക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും കർത്താവായി മാറി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 28 വാക്യം 18, യേശു ഉദ്ധാനം ചെയ്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
അങ്ങനെ അവൻ സകലത്തിൻ്റെയും ഉടമസ്ഥനായി, കർത്താവായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ സ്വന്തമല്ല. ക്രിസ്തുവിന്റെ രക്തം വിലയ്ക്ക് നൽകി നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. അങ്ങനെ അവൻ നമ്മുടെ ഉടമസ്ഥാവകാശം നേടി നമ്മുടെ കർത്താവായി. അവിടുന്ന് ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥനായിരിക്കുന്നു. മനുഷ്യ അവതാരത്തിലൂടെ യേശു എന്ന പേര് സ്വീകരിച്ച് തന്റെ പീഡാനുഭവ കുരിശുമരണത്തിലൂടെ നമ്മുടെ രക്ഷകനായി, തന്റെ ഉദ്ധാനത്തിലൂടെ നീതീകരിച്ച് നമ്മുടെ കർത്താവായി, തന്റെ മഹത്വീകരണത്തിലൂടെ പിതാവിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിക്കൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി അഭിഷിക്തനായി, മിശിഹ ആയി. അങ്ങനെ യേശുക്രിസ്തു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 4 വാക്യം 12. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മെ ദൈവമക്കളുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ യാതനകൾക്കും നിരാശ, ഉത്കണ്ഠ, കോപം, അഹങ്കാരം, ജഡികാസക്തി, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, മനുഷ്യന്റെ പ്രവൃത്തിയിലും മനോഭാവത്തിലും അവയവങ്ങളിൽ അഥവാ ഇൻബിൽറ്റ് ആയിട്ടുള്ള പാപം, നാം ചെയ്തു എന്ന് അവകാശപ്പെടുന്ന നന്മ പ്രവൃത്തികൾ, ഈ നന്മ പ്രവൃത്തി ചെയ്തതുകൊണ്ട് സ്വർഗം കിട്ടുമെന്നുള്ള ഈഗോ, രോഗപീഠകൾ എല്ലാം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ രക്ഷിച്ചു കഴിഞ്ഞു. എൻ്റെ ഒരു ജീവിതാനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ മാനേജറുമായി എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു അനുഭവം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അത് എന്നെ വളരെ വിഷമിപ്പിച്ചിരുന്നു. എന്നാൽ മിസ് പ്രിലിംസിന്റെ ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തപ്പോൾ അലിസൂട്ടി ചേച്ചി പറഞ്ഞു, നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിലോ ആർക്കെങ്കിലും നമ്മളോട് വിരോധമുണ്ടെങ്കിലോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം പേരുകൾ എഴുതി ഒരു പേപ്പറിൽ എഴുതി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നന്നായി കുമ്പസാരിച്ച് ആ പേപ്പർ നിങ്ങൾ കത്തിച്ചു കളയണമെന്ന്. അതനുസരിച്ച് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ മാനേജറുടെ പേര് പേപ്പറിൽ എഴുതി വെക്കുകയും അവൾക്ക് വേണ്ടി കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും യേശുക്രിസ്തുവിനോട് അവളോട് ക്ഷമിക്കാനുള്ള കൃപയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുകയും നല്ലൊരു കുമ്പസാരിച്ച് എനിക്ക് അവളോട് പൂർണ്ണമായി ക്ഷമിക്കാനുള്ള കൃപ ലഭിച്ചു. അതിനുശേഷം 2-3 മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിനെ ആശുപത്രി കാണുവാനായിട്ട് ഞാൻ പോയപ്പോൾ ഈ മാനേജറുടെ ഓഫീസിൽ പോയി അവളെ കാണുവാനും അവൾക്കൊരു വലിയ ഹഗ് കൊടുത്തുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ ഉണ്ടായ ആ സ്നേഹം, എൻ്റെ ഹൃദയം അനുഭവിച്ച ആനന്ദം എത്ര വലുതായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാകിയില്ല. അത് നമ്മൾ അനുഭവിക്കണം. പ്രിയ സഹോദരരെ, നമ്മുടെ രക്ഷനും കർത്താവും മിശിഹായുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമ്മെ ഓരോരുത്തരെയും ദൈവമക്കളുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി ത്രിത്വൈക ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. നമ്മുടെ പ്രത്യുത്വത്തിനായി സ്വർഗം കാത്തിരിക്കുന്നു. ആമേൻ. നമുക്ക് വേണ്ടി, പാപികളായി നമുക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പാപപരിഹാരം ചെയ്ത് കുരിശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്ത് നമ്മുടെ എല്ലാവരുടെയും രക്ഷകനായി മാറി. അതുപോലെ ജസ് ചേച്ചി തന്റെ പേഴ്സണൽ അനുഭവത്തിലൂടെ നല്ലൊരു കുമ്പസാരത്തിലൂടെ എത്രമാത്രം പീസ് അനുഭവിക്കുകയുണ്ടായി എന്ന് ഷെയർ ചെയ്തു. ജസ് ചേച്ചിയെ പോലെ നമുക്കും നല്ലൊരു കുമ്പസാരം നടത്തുന്നതിനും ഈശോയെ ഏകരക്ഷകനായി സ്വീകരിക്കുന്നതിനുമുള്ള കൃപ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് തന്റെ ടെസ്റ്റിമണി ഷെയർ ചെയ്യാനായി സ്മിത മോൻസിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്മിത ഒന്ന് അൺമ്യൂട്ട് ചെയ്തേക്കാവോ? ഇവിടെ അൺമ്യൂട്ടാ കാണിക്കുന്നത്. ഇപ്പൊ കേൾക്കാം. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, യേശു ഏകരക്ഷകൻ. ഈ യേശു എങ്ങനെ ഏകരക്ഷകനായി മാറിയത്? ഈ ലോകത്തിൽ അനേകായിരം ബലികൾ നടന്നിട്ടില്ലേ? കുഞ്ഞുങ്ങളെ ബലി കഴിച്ച അമ്മമാരുണ്ട്. ഈ ലോകത്തില് ഒത്തിരി ബലികൾ, പലരെയും ബലി കഴിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ പല മതങ്ങളിൽ ബലി ഒരു ഭാഗമായിരുന്നു. അതുപോലെ ജെറുസലേം ദേവാലയത്തിൽ അനേകായിരം ആടുകളെയും കാളകളെയും ഒക്കെ ബലി അർപ്പിച്ചു.
പക്ഷെ ബലിയൊന്നും ഏക ബലിയായില്ല. ആ ഏക ബലിക്കായിട്ട് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കാരണം ആ ഒരു ബലി മാത്രമേ കഴിഞ്ഞു പോയ മാനവകുലത്തിനും വരാനിരിക്കുന്ന മാനവകുലത്തിനും അന്ന് ജീവിച്ചിരിക്കുന്ന മാനവകുലത്തിനും ഒരേ ഒരു ബലി പാപത്തിന് പരിഹാരമായി മാറി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യേശു ഏകരക്ഷകനാണെന്ന്. ഈ ഏകരക്ഷകൻ ബലിയായപ്പോൾ നമ്മുടെ ആത്മാവിന് പാഥേയമായിട്ട് അവനൊരു വിശുദ്ധ കുർബാനയും കൂടെ തന്ന ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത്. അങ്ങനെ വിശുദ്ധ കുർബാനയായി മാറിയ ഈശോയെ ഞാൻ അനുഭവിച്ച, ഞാൻ മനസ്സിലാക്കിയ വിശുദ്ധ കുർബാനയെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം എന്തോ ഒരു ഇന്റൻഷൻ വെച്ച് അഭിഷേകാഗ്നി ആ സമയങ്ങളിലാണ് കണ്ടു തുടങ്ങിയത്. അപ്പൊ ആ കണ്ട ഒരു ദിവസം ഞാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു അഡറേഷന്റെ സമയത്ത് വിശുദ്ധ കുർബാന കുറച്ചുകൂടി എനിക്ക് ഒരു എടുത്ത് കാണപ്പെട്ടു. അപ്പോഴാണ് ഞാൻ അതിനകത്ത് ലെറ്റേഴ്സോ ക്രോസോ ഒക്കെ ശ്രദ്ധിക്കുന്നത്. ആ ഒരു ക്രോസിനകത്ത് എനിക്ക് ഇങ്ങനെ രക്തം പൊടിഞ്ഞു പൊടിഞ്ഞു വരുന്ന പോണൊക്കെ ഫീൽ അനുഭവപ്പെട്ടു. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കി, അതിങ്ങനെ പൊടിഞ്ഞു വന്നെങ്കിലും കുരിശ് കവിഞ്ഞത് പുറത്തേക്ക് പോയില്ല. അത് എങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ എണ്ണ പലഹാരമൊക്കെ പണ്ട് നാട്ടിൽ പൊതിഞ്ഞോണ്ട് വരുമ്പോ അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ലേ, അതുപോലെ. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. ഞാൻ എഴുന്നേറ്റ് എന്റെ കൊച്ചിനെ കൈപിടിച്ചോണ്ട് എഴുന്നേറ്റാ നിൽക്കണത്. പക്ഷെ എന്റെ വായിൽ ശക്തമായ ഒരു സ്തുതിപ്പുണ്ടെന്ന് ഞാൻ അപ്പൊ ശ്രദ്ധിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ മുട്ടുകുത്തണം. അങ്ങനെ ഞാൻ മുട്ടുകുത്തി ഇങ്ങനെ അത് ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ഞാൻ അത്ര പ്രാർത്ഥിക്കുന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഇതിനെ ശ്രദ്ധിക്കണേ. എന്നിട്ട് ഞാനിങ്ങനെ കമന്റ്സിനകത്ത് കയറി നോക്കിയിട്ട് ആരും അതിനെപ്പറ്റി കമന്റ് ഒന്നും ഇട്ട് കണ്ടില്ല. അപ്പൊ ഞാനിങ്ങനെ വണ്ടർ ചെയ്ത് അതെന്തായിരിക്കും ആരും കമന്റ് ഒന്നും ഇടാഞ്ഞെന്ന്. അത് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു അച്ഛൻ എന്നെ വിളിച്ചു. ആ അച്ഛൻ എന്റെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ അറിയാവുന്ന അച്ഛനാണ്. അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഞാൻ ഇങ്ങനെ ഒരു സാധനം കണ്ടു, ഇങ്ങനെ ഞാൻ ഈശോനെ കുരിശിനകത്ത് ബ്ലഡ് കണക്ക് കണ്ടു എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഒരു പ്രാവശ്യം നീ അത് യഥാർത്ഥത്തിൽ കണ്ടതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിനക്ക് തോന്നിയതായിരിക്കും, അതെന്താണെന്ന് നമുക്ക് പിന്നെ പ്രാർത്ഥിച്ചെന്നെ മനസ്സിലാക്കി എടുക്കണം എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ അച്ഛന് 2 ഓപ്ഷൻ തന്നെങ്കിലും എന്റെ ഒരു കംഫോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ തോന്നലായിരിക്കും എന്നുള്ളതാണ് എടുത്തത്. കാരണം എനിക്കറിയില്ല, ഇപ്പൊ ഞാൻ അങ്ങനെ ശരിക്കും കണ്ടതാണ്, അതിനൊരു റെസ്പെക്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് കംഫോർട്ട് സോണിൽ പോവാം. അതുകൊണ്ട് ഞാനത് എന്റെ തോന്നലാന്ന് വിചാരിച്ച് തള്ളിക്കളയാനായിട്ട് ഞാൻ എന്റെ ഉള്ളിൽ ശ്രമിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വൈകുന്നേരം എന്റെ പിള്ളേരെയും കൊണ്ട് സ്വിമ്മിംഗ് ക്ലാസ്സിന് പോകാനുണ്ട്. അപ്പൊ ഞാൻ അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യേശു എന്നോട് എങ്ങനെ ചോദിച്ചു, നീ കണ്ടത് സത്യമാണെന്ന് നിനക്കും അറിയാം, നിനക്കത് മനസ്സിലായെന്ന് എനിക്കും അറിയാം, പിന്നെ നീ എന്തിനാ ഒരു മനുഷ്യന്റെ സാക്ഷ്യം അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് നീ ശ്രമിക്കുന്നതെന്ന്. നിനക്ക് ഇത്രയും കണ്ടിട്ടും നിനക്കൊന്ന് പള്ളിയിൽ പോകാൻ പോലും തോന്നിയില്ലേ എന്ന് ഈശോയോട് ചോദിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ടുകയറിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഞാൻ ഇതിനാൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ശ്രമത്തിനിടയ്ക്ക് അങ്ങനൊന്നും ചിന്തിച്ചില്ല. അപ്പൊ ഞാൻ പിള്ളേരെ കൊണ്ടുവന്നിട്ട് ഞാൻ ഓടി പള്ളിയിലേക്ക് പോയി. ഇപ്രാവശ്യം ഞാൻ പള്ളിയിലേക്ക് പോകുന്നത് വളരെ സന്തോഷത്തിലാണ്. ഈശോ പറഞ്ഞിട്ടാണ് ഞാൻ പള്ളിയിലേക്ക് പോകുന്നത്. അപ്പൊ ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് പള്ളിയിൽ പോകുന്നത്. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ കാണുവാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് പള്ളിയിൽ നിന്നോണ്ട് വിശുദ്ധ കുർബാന കൊടുക്കേണ്ട സമയമായി. അപ്പൊ ഞാൻ ക്രൈ റൂമിൽ കൊച്ചിനെയും കൊണ്ടാണ് നിൽക്കുന്നത്. അവിടെ വെച്ച് എനിക്ക് ഇങ്ങനെ വേഗം ഒരു ചിന്ത വരുവാ, ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈ ശരീരവും രക്തവും ആണെന്നാ പറയുന്നത്. അപ്പൊ മാംസവും രക്തവുമാണ്. ഇത് പച്ചമാംസവും പച്ചരക്തവും അല്ലേ? നമ്മളെന്താ നരഭോജികളാണ് ഈ പച്ചമാംസവും പച്ചരക്തവും ഒക്കെ കഴിക്കാനായിട്ട്? അങ്ങനെ എനിക്കിപ്പോ അത് പച്ചയ്ക്ക് അവിടെ ഇരിക്കുന്നെങ്കിൽ ആർക്കെങ്കിലും ഇത് കഴിക്കാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒരു മിനിറ്റിൽ എന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോയി. എന്തുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നോണ്ട് അങ്ങനെ ചിന്തിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം മനസ്സിലാക്കി, വേഗം ഇങ്ങനെ തിരിച്ചറിഞ്ഞു അങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കുർബാന എന്തായാലും ഞാൻ അപ്പത്തിന്റെ രൂപത്തിലേ ഇരിക്കുന്നത് എന്നോർത്തിട്ട് ഞാൻ പോയി കുർബാന സ്വീകരിക്കാൻ പോയി. ഈ ഒരു രംഗം ഞാനിങ്ങനെ കാണുകയാണ്. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ കാണുന്ന പള്ളിയിൽ നിന്ന് ഈശോ എന്നോട് സംസാരിക്കുകയാണ്. അപ്പൊ ഈശോ എന്നോട് ഇങ്ങനെ ചോദിക്കുക. ഈശോ വളരെ ശാന്തമായിട്ട് വളരെ സ്നേഹത്തോടെയാ പറഞ്ഞിരുന്നത്. ഈശോ എന്നോട് ചോദിച്ചു, നീ അമ്മയുടെ മുലപ്പാല് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിച്ചു നോക്കിക്കുക, അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഊർന്നു വരുന്നൊരു ദ്രാവകമല്ലേ? അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടില്ല. നമ്മള് നഴ്സിങ്ങിനൊക്കെ വിശുദ്ധ കുർബാനയെ പറ്റി വിശുദ്ധ കുർബാനയെ പറ്റി അമ്മയുടെ മുലപ്പാലിനെ പറ്റി ഞങ്ങൾക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെ. അത് ഏറ്റവും ഒരു കുഞ്ഞിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സാധനമാണ്. അതിന്റെ ടെമ്പറേച്ചർ, അതിനകത്തുള്ള എല്ലാ ഘടകങ്ങളും പോഷകങ്ങളും എല്ലാം ആ ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി എല്ലാ സാധനവും അതിനകത്തുണ്ട്. അപ്പൊ ആ ഈശോയെ ഞാൻ പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് എനിക്ക് പറഞ്ഞു തരും അത് അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ. എന്നിട്ട് ഈശോ പറഞ്ഞു, അതൊരിക്കലും അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഊർന്നു വരുന്ന ഒരു ദ്രാവകമാണെന്ന് കരുതി ഒരമ്മയും കുഞ്ഞിനെ ഇത് കൊടുക്കാതിരുന്നിട്ടില്ല അല്ലെ? അപ്പൊ അത് കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരമ്മ
കൊച്ചിന് മുലപ്പാലേ കൊടുക്കുകയുള്ളൂ. കാരണം വേറൊന്നും ഒരു അമ്മയ്ക്ക് ട്രസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ ആ മുലപ്പാൽ കൊടുക്കാനായിട്ട് ചൂസ് ചെയ്യുന്നത്. കാരണം മറ്റൊന്ന് കൊച്ചിന് എന്തെങ്കിലും പറ്റുമെന്നൊന്നും അറിയത്തില്ല അമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മ ഈ മുലപ്പാൽ മാത്രം ചിലപ്പോൾ ചൂസ് ചെയ്യുന്നത് ആദ്യമൊക്കെ. അപ്പോ അത് പോയപ്പോ ഈശോ എന്നോട് പറയാ, അതുപോലെ തന്നെയാ ഞാനും. എനിക്ക് വിശ്വസിച്ച് എനിക്ക് എന്നെ തന്നെ അല്ലാതെ മറ്റൊന്നും എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ വിശുദ്ധ കുർബാനയായിട്ട് നമ്മിലേക്ക് വരുന്ന ഈശോ എനിക്കിങ്ങനെ പറഞ്ഞു തരുവാണ്. അപ്പൊ ഈശോ എന്നോട് വീണ്ടും ഇങ്ങനെ ചിരിച്ചോണ്ട് പറയാണ്, നീ ഇപ്പൊ എന്നോട് ചോദിക്കായിരിക്കും, അമ്മമാര് പ്രസവിച്ചിട്ടല്ലേ ഇനി കുഞ്ഞുങ്ങളെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നതെന്ന്. എന്നിട്ട് ഈശോ എന്നോട് പറഞ്ഞു, ഞാനും ഇവരെ എല്ലാം പ്രസവിച്ചതാണ്. കാരണം ഈശോ എന്നിട്ട് പറയാ, ഞാൻ കാൽവരിയുടെ പെരുമാറിൽ ഞാൻ പ്രസവിച്ച എന്റെ മക്കളാണ് എല്ലാവരും എന്ന്. എനിക്ക് തോന്നുന്നു എനിക്ക് വിശുദ്ധ കുർബാന ഏറ്റവും നന്നായിട്ട് ഇത്ര സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും നന്നായിട്ട് അത് മനസ്സിലായത്. അപ്പൊ എനിക്ക് തോന്നി ചിലപ്പോ ആ ഒരു കാര്യം മനസ്സിലായപ്പോ എനിക്ക് തോന്നി ഒരു പക്ഷെ ഒരു പച്ചമാംസമായിട്ട് ഇരുന്നാൽ പോലും എനിക്ക് അപ്പോൾ സ്വീകരിക്കാൻ പറ്റുമെന്ന ഒരു ഇതിൽ എനിക്കത് മനസ്സിലായി. പിന്നീട് എന്നാലും എന്റെ മനസ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കിടക്കുക. ഞാൻ ചേച്ചിയോട് ചോദിച്ചൊന്നുമില്ല, എന്നാൽ എന്റെ ഉള്ളിൽ എങ്ങനെയുണ്ട്, നമ്മൾ എന്തിനായിരിക്കും ഇങ്ങനെ ഈ വിശുദ്ധ കുർബാന കഴിച്ചുകൊണ്ടേ ഇരിക്കണത് എന്ന് ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു. അപ്പോ ഒരു ദിവസം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സീൻ കാണുന്നത്. ഞാനൊരു ഈശോനെ ഒരു നീല ഉടുപ്പിട്ടിട്ട്, നീല ഉടുപ്പ് പിന്നെ ഒരു കറുത്ത കെട്ടാണ് ഈശോയുടെ. ഈശോ വലിയൊരു രൂപമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയ ബിൽഡിംഗ്, ഒരു മനോഹരമായ ബിൽഡിംഗ് ഞാൻ കാണുന്നുണ്ട്. ഈശോ ഇപ്പൊ ആ ഒരു ബിൽഡിങ്ങിന്റെ വാതില് പോണൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ആ ഈശോയെ കണ്ടപ്പോ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ വചനവും വാതിലായിട്ട് ഈശോയെ പറ്റി പറയുന്ന വചനങ്ങളൊക്കെ ഈശോയിൽ ഇങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്ന പോലെ എനിക്ക് ഈശോയെ കണ്ടപ്പോൾ തോന്നി. എന്നിട്ട് ഈശോ എന്ന് പറഞ്ഞു, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ ഈശോയെ പോലെ ആയിത്തീരും. അത് ഇപ്പൊ നമുക്ക് ആ സ്വർഗത്തിലേക്ക് നമുക്ക് കയറി പോകണമെങ്കിൽ ഈശോയെ പോലെ ആയിത്തീരുമ്പോഴാണ് നമുക്കിടയ്ക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നുള്ള രീതിയിൽ ഈശോ എനിക്കിത് ഇങ്ങനെ മനസ്സിലാക്കി തന്നു. അത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ എന്റെ കുറെ വർഷങ്ങൾക്ക് ശേഷം എന്റെ കൊച്ചിന്റെ ആദ്യ കുർബാനയ്ക്ക്, ഞാൻ മൂന്നാമത്തെ മോന്റെ ആദ്യ കുർബാനയ്ക്ക് ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, ആ ഒരു ഡ്രസ്സ് ആക്കിയാലോ, നീലയും ഈ കറുപ്പും ഒരു കോമ്പിനേഷൻ ആക്കിയാലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. പിന്നെ ഞാൻ നീല സാരിയൊക്കെ ഇങ്ങനെ കയറി നോക്കിയപ്പോ എനിക്ക് ആ ഒരു ഈശോയുടെ ഉടുപ്പിന്റെ കളറിൽ നീല സാരിയുള്ള സാരി ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ ഓർത്തു, അപ്പൊ ഞാൻ ആ ഐഡിയ അങ്ങ് സ്കിപ്പ് ചെയ്തു. എന്റെ നാട്ടിൽ എന്റെ ചേച്ചിയോട്, കസിൻ ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സാരി മേടിച്ച് അയച്ചു. ആദ്യം ഞാൻ പറഞ്ഞു നീല മേടിച്ച് അയക്കാനൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ചേച്ചി വേറൊരു കാര്യത്തിന് ഒരു കടയിൽ ചേച്ചിയുടെ മോന് വേണ്ടി ഡ്രസ്സ് എടുക്കാണ്ട് കടയിലേക്ക് പോയപ്പോ ചേച്ചി ഒരു നീല സാരി കണ്ടിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചു, നീ പറഞ്ഞ കണക്ക് നീല സാരി നല്ല ഭംഗിയുണ്ട്, നീ ഒന്ന് നോക്കിക്കത്, നീ ഫോട്ടോ എടുത്തു. പക്ഷെ എനിക്ക് അയച്ചു തന്നു. ഈ ഫോട്ടോ ചേച്ചി അയച്ചു തരുന്നോണ്ടിരിക്കും. ഇവിടെ ഏർലി മോർണിംഗ് ആണ്, ഏർലി മോർണിംഗ് അല്ല, രാത്രിയാണ്, ഒത്തിരി രാത്രിയായ സമയത്ത്. അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ ഇവിടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ സ്വപ്നം കാണുന്നത് ഇങ്ങനെയാണ്, ഒരു ഡാർക്ക് ബ്ലൂ സ്ട്രൈപ്പ്, ഒരു ഗ്രേ, മാതിരി ഡാർക്ക് ഗ്രേ ഒരു സ്ട്രൈപ്പ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈശോയെ ഞാൻ കാണുന്നുണ്ട്. ഈശോനോട് എന്തോ അതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാക്കി നോക്കിയിട്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ഈശോയോട് ചോദിച്ചു, പക്ഷെ ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ ഈശോ എന്നോട് സംസാരിക്കുമ്പോൾ ഡയറക്റ്റ് അല്ലേ സംസാരിക്കും, ഇങ്ങനെ കോഡൽ ഭാഷയിലൊക്കെ സംസാരിക്കുക, അതെനിക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ചിരിച്ചോണ്ട് അങ്ങ് പോയി. അപ്പൊ ഞാനിങ്ങനെ ഈ റിങ് അടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈശോയായിട്ടുള്ള ഈ കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ സാരി എടുത്ത് നോക്കി, നീല സാരി. അപ്പൊ എനിക്ക് അത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തു. ചേച്ചി പറഞ്ഞു. അപ്പൊ ഞാൻ ചേച്ചി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ചേച്ചി പറഞ്ഞു നല്ലതാണ്, ഒരു ആംഗിൾ ഒരു കളർ, വേറെ ആംഗിൾ ഒക്കെ വേറൊരു കളറൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞു ചേച്ചി അത്ര മണിപ്പോ എടുത്തോന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത് എന്നാലും വേറൊരു സാരിയും കൂടെ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോ ഈ ഒരു സാരിന്റെ മനസ്സിൽ എങ്ങനെ പൊടി അർത്ഥം എന്തായിരിക്കും. അത് കഴിഞ്ഞ ഒരു ദിവസം എന്റെ ഇളയ കുഞ്ഞ് പടം വരയ്ക്കാണ്ട് അവൾ ഇങ്ങനെ പല കളറുകൾ മിക്സ് ചെയ്യുന്ന, അത് പല കളറുകളുടെ ഇത് കൊണ്ട് ഇരുന്ന് കളിക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ 2 കളർ ഇതിനകത്തുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വേഗം ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയാലോ എന്ന്. അപ്പൊ എനിക്ക് തോന്നിയൊരു ഐഡിയ. അപ്പൊ ഞാൻ ഈ സാധനം എടുത്ത് മിക്സ് ചെയ്ത് നോക്കിയപ്പോ ഈശോയുടെ ഉടുപ്പിന്റെ കളറിന്റെ ആ ഒരു കളറാണ് വരുന്നത്. അപ്പൊ ഞാൻ വേഗം ഗൂഗിളിൽ 2 കളറൂടെ മിക്സ് ചെയ്ത് നോക്കിയപ്പോ ആ ഒരു കളർ ആവുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ആ ഒരു സമയത്ത് തന്നെ ഇത് സാരി കണ്ടപ്പോ ചേച്ചി ഇത് ചൂസ് ചെയ്യുമ്പോൾ തന്നെയാണ് ഇത് കാണുന്നത്. ഈശോ ഞാൻ ആ സാരി തന്നെ ഉടുക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ആ ഒരു സാരിയാണ് കൊടുത്തത്. ഈ ഒരു സാരിയാണത്. ഈ ഒരു സാരി ആക്ച്വലി ഈ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഈശോയുടെ ഉടുപ്പിന്റെ കളറും, ഒരു ആംഗിളിൽ ചില സ്ഥലത്ത് ഇങ്ങനെ വെട്ടമടിക്കുമ്പോൾ അതിന് എനിക്കിഷ്ടമുള്ള ഒരു നീല കളറും. അപ്പൊ ആ ഒരു സാരിയിൽ ഈശോ എന്റെ ഒരു ഇഷ്ടവും കൂടെ നോക്കി ആ കളറിൽ, എന്നാൽ ആ ഈശോയുടെ ഉടുപ്പിന്റെ കളറും കൂടെ അതിൽ വരത്തക്കോ എനിക്കിത് തന്നു ഈശോ. എത്ര സ്നേഹത്തോടെ ഒരു സാരിയുടെ കാര്യത്തിൽ പോലും എന്റെ ഒരു ഇഷ്ടം കൂടി ഈശോ അതിനകത്ത് നോക്കിയെന്ന് ഞാൻ നോക്കി അത് തന്നത് എനിക്ക്.
അപ്പൊ ഇപ്പൊ ഈശോ വിശുദ്ധ കുർബാനയെ പറ്റി എനിക്കൊരു കൺഫർമേഷനും കൂടെ എനിക്ക് തരുമായിരുന്നായിരിക്കും അതിലൂടെ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഈശോ വിശുദ്ധ കുർബാനയായിട്ട് തീരുമ്പോൾ നമ്മൾ ഈശോ പറയുന്നു, എന്റെ മക്കൾക്കിടെ എനിക്ക് എന്നെ തന്നെയല്ലാതെ മറ്റൊന്നും കൊടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട്, അത്ര സ്നേഹിക്കുന്നതുകൊണ്ട് ഈശോയെ തന്നെ നമുക്ക് തരുന്നെന്നാണ് ഈശോ പറയുന്നത്. ഈശോ ഈ വിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നോ? ഈശോയുടെ ഒരു പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടെത്തുന്നുണ്ട്, എന്റെ ശരീരം ഭക്ഷിക്കണം, എന്റെ രക്തം പാനം ചെയ്യണം എന്നൊക്കെ ഈശോ പറയുന്നുണ്ട്. ഈശോ ഒരു ടീച്ചിങ് എല്ലാവരും ഇറങ്ങിപ്പോയപ്പോ പോലും കോംപ്രമൈസ് ചെയ്യാത്തൊരു ടീച്ചിങ് ആയിരുന്നു അത്. ഈശോ ഈ വിശുദ്ധ കുർബാനയ്ക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഈശോ പലപ്പോഴും ഈശോയുടെ ഒരു പെസഹായുടെ സമയത്ത്, പെസഹ ഭക്ഷിക്കുന്നതിന് മുമ്പ് ലൂക്ക 22:15 ഈശോ ഒരു വാക്ക് പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഈ പെസഹ ആചരിക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചിരുന്നു. അത്യധികം ഈ പെസഹ ഭക്ഷിക്കാണ്ട് ഈശോ അത്യധികം എന്തിനാ ആഗ്രഹിച്ചത്? കാരണം ഈശോയ്ക്ക് പോയെങ്കിൽ ബലിയായാ പോയായിരുന്നു? ഇല്ല, ഈ പുതിയൊരു ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ അവന് വിശുദ്ധ കുർബാനയായി തീരുവാനായിട്ടും ഈശോ ആഗ്രഹിച്ചിരുന്നു. വിശുദ്ധ കുർബാന എങ്ങനെയാണ് ഇതിനകത്ത് ഒരു വിശുദ്ധ കുർബാന ഇതിനകത്ത് ചേർന്ന് വരുന്നത്? അതിനകത്ത് നമ്മുടെ യഹൂദന്മാരുടെ ആചാരപ്രകാരം 4 കപ്പ് ഉണ്ടെന്നാ പറയുന്നത്. അവരുടെ പെസഹായ്ക്ക് 4 കോഴ്സ് ഉണ്ട്. അപ്പൊ മൂന്നാമത്തെ ആ കോഴ്സിലാണ് ഈശോ ആ ഒരു അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരവും രക്തവുമാക്കി മാറ്റിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. എന്നാൽ ഈശോ ഒരു ഹല്ലേൽ ഗീതം പാടിയിട്ട് ഈശോ ഒലിവുമലയിലേക്ക് പോയെന്നാ പറയുന്നത്. ഈശോ ഈ 4ാമത്തെ കപ്പ് കുടിച്ചില്ല. പക്ഷെ ഈശോ ഈ പെസഹായ ഒരു ഒറ്റ സംഭവമാക്കി മാറ്റിയത് ഈ ഒരു പെസഹായുടെ ഈ 4 കപ്പിന്റെ ഇവന്റിൽ കൂടെ തന്നെയാണ്. ഈശോ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈശോയെ ആദ്യം ഇവർ കൊടുക്കുന്നുണ്ട്, വീഞ്ഞ് കയ്പ് കൊടുക്കുമ്പോ ഈശോ രുചിച്ചു നോക്കിയിട്ട് കുടിക്കണില്ല. പക്ഷെ ഈശോ പിന്നെ ഈശോയ്ക്ക് ഇവർ കുടിക്കാൻ എപ്പോഴാ കൊടുക്കുന്നത്? 4ാമത്തെ കപ്പ് ഈശോ ഫിനിഷ് ചെയ്യുന്നത് കുരിശില് ഈശോ പീഡകളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഈശോ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വിനാഗിരി കൂടെ, അതൊരു പുളിച്ച വീഞ്ഞാന്നാ പറയപ്പെടുന്നത്. ഈ പുളിച്ച വീഞ്ഞ് ആയിട്ട് അത് തലേ ദിവസത്തെ ആ ഒരു വീഞ്ഞ് അന്ന് പുളിപ്പോളം എത്തിയെന്നുള്ള ഒരു ചിന്തയും കൂടെ ഒക്കെ അത് ആ ഒരു വാക്കിൽ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ ഒരു വീഞ്ഞ് ഈശോ കുടിച്ച് പൂർത്തിയാക്കുമ്പോഴാണ് ഈശോ പെസഹ പൂർത്തിയാക്കുന്നത്. ഈശോ 3ാമത്തെ കപ്പിൽ നിന്ന് 4ാമത്തെ കപ്പിലേക്ക് എത്തി പെസഹ പൂർത്തീകരിച്ചപ്പോഴേക്കും അവൻ വിശുദ്ധ കുർബാനയായും കൂടെ മാറിയിട്ടുണ്ടായിരുന്നു. 4ാമത്തെ കപ്പായപ്പോഴേക്കും സ്ഥാപിച്ച വിശുദ്ധ കുർബാന അവൻ ആയിത്തീർന്നിരുന്നു. അതെ, ഈശോയുടെ കുരിശിലെ ബലിയിലാണ് ഈശോ വിശുദ്ധ കുർബാനയായിട്ട് മാറിയെന്ന് ഈശോയുടെ നമ്മുടെ കുറെ യൂക്രിസ്റ്റിക് മിറക്കിൾസ് ഉണ്ട്. അതിനകത്തെല്ലാം പറയുന്നത് ഈശോയുടെ ഒരു 33 വയസ്സുള്ള ജീവനുള്ള ഒരു ഹൃദയമാണെന്നാ പറയുന്നത്. മരണവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഹൃദയം അതെന്നാ പറയുന്നത്. ആ മരണവേദന അനുഭവിക്കുന്ന ഹൃദയം വിശുദ്ധ കുർബാനയായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ അവൻ എല്ലാം പൂർത്തിയായി എന്നും പറഞ്ഞ പെസഹായ്ക്ക് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ വിശുദ്ധ കുർബാനയായി തീർന്നിട്ടുണ്ടാവണം. അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ് ആണ്, AB ആണെന്നും പറയുന്നുണ്ട്. AB ബ്ലഡ് ഗ്രൂപ്പ് യൂണിവേഴ്സൽ റിസീവർ ആണ്. നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മളെയാണ് റിസീവ് ചെയ്യുന്നത്. ഈ വിശുദ്ധ കുർബാനയായിട്ട് അവൻ തീരുന്നത് ഈ കുരിശിൽ കിടന്നുകൊണ്ട്. കുരിശാകുന്ന മേശയിൽ സ്നേഹക്കല്ലിൽ നിന്നൊരു പാട്ടുണ്ട്. ഞാൻ എന്നെ ഓർത്തിട്ടുണ്ട്, കുരിശാകുന്ന ചൂളയിൽ നിന്ന് ഞാൻ എന്നെ ഇങ്ങനെ ഓർക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. കാരണം അത് സ്നേഹത്തിന്റെ കല്ലുകൾ നമ്മൾ ചൂളയിലല്ലേ വയ്ക്കുന്നത്. സ്നേഹത്തിന്റെ കല്ലെന്ന് പറയുമ്പോൾ എന്തായിരുന്നു സ്നേഹത്തിന്റെ കല്ലിൽ ഇതിന്റെയൊക്കെ കനലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിതാവായ ദൈവം തന്റെ പുത്രനെ ബലി കഴിക്കാൻ വേണ്ടി നിസ്സഹായമായിട്ട് നോക്കി നിന്ന ഒരു സ്നേഹത്തിന്റെ കനലില്, പിതാവിനെ അനുസരണയോടെ സ്നേഹിക്കുന്ന പുത്രന്റെ സ്നേഹത്തിന്റെ കനലില് നമുക്ക് വേണ്ടിയിട്ട്, പാപികളായ നമുക്ക് വേണ്ടി ബലിയായി തീരുവാൻ തന്റെ ശരീരം എല്ലാ സഫറിങ്ങിനും ആത്മാവിലും ശരീരത്തിലും മനസ്സിലും എല്ലാം അവൻ സഹിക്കുകയായിരുന്നു. ആ സ്നേഹത്തിന്റെ കനലില് ആണ് ഈ വിശുദ്ധ കുർബാന അപ്പം വെന്ത് വരുന്നത്. ഒരു യശോയുടെ ഒരു വേ ഓഫ് ദ ക്രോസ് എന്ന് പറഞ്ഞാൽ അവൻ ഗോതമ്പ് പൊടിയുന്നത് പോലെ പൊടിയുകയായിരുന്നു അപ്പമായി തീരുവാൻ, നമ്മുടെ ആത്മാവിന് പാഥേയമായി ഇറങ്ങി വരുവാനായിട്ട്. ഈശോയുടെ ബലി സ്നേഹത്തിന്റെ ബലിയാണ്. ഈ സ്നേഹത്തിന്റെ ബലിയിൽ സ്നേഹത്തിന്റെ ഭോജ്യവും അവൻ നമുക്കായി വിളമ്പുന്നുണ്ട്. വിശുദ്ധ കുർബാന, ദ യൂക്രിസ്റ്റ്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദിവ്യ കാരുണ്യം മാത്രമല്ല, ദിവ്യ സ്നേഹം കൂടിയാണ്. ദിവ്യ സ്നേഹത്തോടുകൂടി നമുക്ക് സ്വീകരിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയുടെ ഒരു കുരിശിലെ ബലിയും കൂടെ നമുക്ക് ഓർക്കാം. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, യേശു ഏകരക്ഷകൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക്
എന്നും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്മിത തന്റെ ജീവിത അനുഭവത്തിലൂടെ ഈശോ സ്മിതയോട് സംസാരിച്ചതും എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുവെന്നും നമുക്കായി ബലിയായി വിശുദ്ധ കുർബാന നമുക്ക് നൽകിയത് ഈശോയുടെ ആ സ്നേഹത്തിന്റെ പാരിതാത്മ്യതയാണെന്നും നമുക്ക് മനസ്സിലാക്കി തന്നു. ആ ഈശോയെ നമുക്കും രക്ഷകനായി സ്വീകരിക്കാം. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനും അതിലൂടെ ഈശോയോട് ഏറ്റവും രമ്യപ്പെടുന്നതിനും നമുക്ക് സാധിക്കട്ടെ. നമുക്ക് അടുത്തതായിട്ട് സ്ലൈഡ് പ്രസന്റേഷൻ ആണ്. ടോമിച്ചൻ പുള്ളുങ്കാവുങ്കൽ, നമ്മുടെ പ്രിയപ്പെട്ട ടോമിച്ചൻ ചേട്ടനാണ് ഇന്ന് നമുക്ക് സ്ലൈഡ് പ്രസന്റേഷൻ നൽകുന്നത്. പ്ലീസ് ഗോ അഹെഡ് ടോമിച്ചൻ ചേട്ടാ. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെസ്സി മാത്യുവിലൂടെയും അതുപോലെ തീക്ഷ്ണമതിയായ സ്മിതയിലൂടെയും ഒക്കെ നമ്മൾ യേശുവിൻ്റെ ആ രക്ഷാകര പ്രവൃത്തിയെക്കുറിച്ച് കേൾക്കുകയായിരുന്നു. നമ്മളിനി ഒരു പ്രസന്റേഷനിലൂടെ നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. നമുക്കിവിടെ ഈശോയുടെ രക്ഷാകര പ്രവൃത്തികൾ എന്താണെന്ന് കാണാനായിട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ ഒരു വചനം കാണുന്നുണ്ട് നിങ്ങൾ. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. അയ്യോ, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ വിമോചിപ്പിക്കും എന്ന് കരഞ്ഞ് വിലപിച്ച ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നമുക്ക് ഇന്ന് നമ്മൾ അതിനെല്ലാം അതിജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപാവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വയം രക്ഷിക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം ബന്ധനത്തിൽ കിടക്കുന്ന മനുഷ്യനെ പൂർണ്ണമായും വിടുതൽ നൽകാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നും ആഗതനായ ഈശോനെ കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ചയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇതാണ് രക്ഷയുടെ ദിവസം. ഇവിടെയാണ് നമുക്ക് രക്ഷ നൽകപ്പെടുന്നത്. നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ പൂർണ്ണമായി കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈശോ നമ്മളെ സഹായിക്കട്ടെ. നമുക്കറിയാം, പാപം ചെയ്ത് മനുഷ്യൻ തിന്മയിൽ അകപ്പെട്ടപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ ഒരു രക്ഷക വാഗ്ദാനം നൽകുന്നത് നമ്മൾ കാണുക. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ 3:15 നമ്മൾ കാണുന്നത്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കുമെന്ന് സാത്താനോട് കർത്താവ് പറയുന്നതാ, പിതാവായ ദൈവം പറയുന്നതാണ് നമ്മൾ കാണുന്നത്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. അങ്ങനെ തല തകർക്കാൻ വന്നവനായ ഈശോയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്നത് എന്ന് പ്രിയമുള്ളവർ, നമുക്കറിയാം വളരെ കാലം മനുഷ്യൻ ഈ അടിമത്തത്തിലും ബന്ധനത്തിലുമായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് അതിനെല്ലാം ഒരു വിരാമം ഇട്ടുകൊണ്ട്, മനുഷ്യകുലത്തിന്റെ നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു പ്രഖ്യാപനം വരുന്നത് നമ്മൾ കാണുക. ആ പ്രഖ്യാപനമാണ് ലൂക്കാസ് സുവിശേഷകനിലൂടെ നമ്മൾ കാണുന്നത്. ലൂക്കായുടെ സുവിശേഷത്തില് 2-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം വാക്യങ്ങളിലാണ് നമ്മളത് കാണുന്നത്. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. 3 വാക്കുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് യേശുക്രിസ്തുവിന് നൽകപ്പെട്ട യേശുവിന്റെ ദൗത്യ പൂർത്തീകരണത്തിന് ശേഷം താൻ പ്രവർത്തിച്ച രക്ഷാകര പ്രവൃത്തികൾക്ക് മറുപടി എന്ന വണ്ണം അവന് നൽകപ്പെട്ട മഹത്വീകൃത നാമങ്ങളാണ് ഇവിടെ മാലാഖമാർ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. അപ്പം അത് നമ്മൾ മുമ്പോട്ട് കാണാൻ പോവുക പ്രിയമുള്ളവർ. എന്ന് പറഞ്ഞാല് ഈശോ ഭൂമിയിൽ എത്തുന്ന സമയത്ത് തന്നെ നമുക്കറിയാം, മറിയം ഗർഭിണിയാണെന്ന് മനസ്സിലാക്കി അവൾക്ക് ഉപദ്രവം വരാത്ത വിധത്തിൽ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഒരുങ്ങിയ ഔസേപ്പിതാവിന്
സ്വപ്നത്തിൽ ഒരു സന്ദേശം ലഭിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 1:21 പറയുന്ന അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ സംശയദൃഷ്ടിയോടുകൂടി, എന്നാൽ അവളെ ഉപദ്രവിക്കേണ്ട, അവൾക്ക് യാതൊരു ഉപദ്രവവും വരാത്ത വിധത്തിൽ സ്വയം തിന്മകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മാറിപ്പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ആ യൗസേപ്പിനോട് സ്വപ്നത്തിൽ സംസാരിക്കുന്ന ഇപ്രകാരമാണ്: അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഔസപിതാവിനെ ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ചത് ഒരുപക്ഷെ ആ പേരിലായിരിക്കണം. കാരണം ദൈവം രക്ഷിക്കുന്നു എന്നർത്ഥമുള്ള യേശുവ എന്ന പദം കേട്ടപ്പോഴായിരിക്കണം രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരു മനുഷ്യകുലത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഔസേപ്പിനെ നമുക്ക് അവിടെ കാണാം. അവിടെയാണ് ഈ പദം ഉപയോഗിക്കുന്നത്, ദൈവം രക്ഷിക്കുന്നു എന്ന പദം. എന്നിട്ട് പറയുക എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കൃത്യമായി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് ആ സ്വപ്നത്തിൽ കിട്ടിയ സന്ദേശം യൗസേപ്പ് സ്വീകരിക്കുന്നത് നമ്മൾ കാണുക. അങ്ങനെയാണ് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു എന്ന് ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലേ പറയുന്നത്. മറിയത്തിന്റെ സമ്മതത്തോടു കൂടി കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. നിയമത്തിന് അധീനനായിട്ടാണ് അവൻ ജനിച്ചത്. എന്തിനെന്നറിയോ? അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നോക്കിയേ, നിയമത്തിന് അധീനനായി ജനിച്ച് നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തനാക്കി എന്ന് പറയുക. അതുപോലെ ഇവിടെ ഒരു കാര്യം കാണുന്നുണ്ട്, അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിനെന്ന് പറയുക. ഈ പുത്രന്മാരായി എടുക്കേണ്ടതിനെന്ന് പറഞ്ഞാൽ മതി. ദത്തെടുക്കേണ്ടതിനെന്ന് പറഞ്ഞപ്പോ അവിടെ മറ്റൊരു കാര്യം കൂടെ വളരെ സ്പഷ്ടമാണ്. എന്ന് പറഞ്ഞാല് പുത്രന്മാരുടെ, നമുക്കറിയാം നമ്മുടെ സ്വന്തം പുത്രന്മാരാണോ ദത്തുപുത്രന്മാരാണോ പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും സ്വന്തം പുത്രന്മാരാണെന്ന് പറയും. പക്ഷേ സ്വന്തം പുത്രന്മാർക്ക് നമ്മൾ വീതമൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ജീവിതകാലം അവസാനിച്ചതിന് കാലശേഷത്തിന് ശേഷം, എന്താ പറയാ, കാലശേഷമാണ് അവർക്ക് നൽകപ്പെടുന്നതെങ്കിൽ ദത്തുപുത്രന്മാരെന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ട് സ്വീകരിക്കുന്ന പുത്രന്മാർക്കാണ് ദത്തുപുത്രന്മാരെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നൽകേണ്ടതെല്ലാം നൽകി നമ്മെ, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി എന്ന് പറയുന്നു. അപ്പം അവിടെ വളരെ വലിയൊരു അർത്ഥമുണ്ട്. നമുക്ക് നൽകേണ്ടതെല്ലാം നൽകി കഴിഞ്ഞിട്ടാണ് നമ്മളെ സ്വീകരിക്കുന്നതെന്ന് ഓർക്കുക. അതാണ് അവിടെ കാണുന്ന ഒരു കാര്യം. ഇനി നമുക്കറിയാമല്ലോ, ഈ ഇസ്രായേലിന്റെ ഒരു രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന ശെമയോനും അന്നായും ദേവാലയത്തിൽ ആയിരുന്നവരാണ്. നമുക്കറിയാം, ശെമയോന്റെ അടുത്ത് ഈ ഈശോയെ 8-ാം നാളില് അല്ലെങ്കിൽ എന്താ പറയാ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ദേവാലയത്തെ സമർപ്പിക്കാൻ ചെല്ലുമ്പോൾ ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്തിട്ട് പറയുക, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, കർത്താവെ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. കാരണം യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നത് പോലെയാണ് അവിടെ ശിമയോൻ പറയുന്നത്. എന്നിട്ട് പറയുക എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇത്ര കൃത്യമായിട്ട് അവിടെ പറയുന്നത്, സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു എന്ന് പറയുക. അങ്ങനെ നമുക്കറിയാം ഈശോ നിരവധി തവണ തൻ്റെ 33 വയസ്സ് വരെയുള്ള പ്രായത്തിനിടയിൽ നിരവധി തവണ ഈ സിനഗോഗുകളിലൊക്കെ പോവുകയും അവിടെ ഈ വായിക്കാൻ കൊടുത്ത വചനങ്ങളൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ ഈ ഒരു പ്രത്യേക യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് ആ ചുരുള് കൊടുത്തപ്പോൾ അത് നിവർത്തി വായിക്കുമ്പോൾ അത് തന്നെ കുറിച്ചുള്ള സാക്ഷ്യമാണെന്ന് ഈശോ ഏറ്റെടുത്ത് പറയുന്നത് നമ്മൾ കാണുക. അവിടെ പറയുന്ന കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അങ്ങനെ മുമ്പോട്ട് പറഞ്ഞ് അതിന്റെ 21-ാമത്തെ വാക്യം 20-ാമത്തെ വാക്യത്തിൽ പറയും, അവൻ ഇത് വായിച്ചതിന് ശേഷം അവൻ ഇരുന്നു എന്ന് പറഞ്ഞാൽ അവൻ ആധികാരികതയോടെ ഇരുന്നു എന്ന് അതിന്റെ അർത്ഥം. അവൻ ആധികാരികതയോടെ ഇരുന്നു തന്നെയല്ല, ഇരുന്നിട്ട് അവൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഇത് കേട്ടിരിക്കെ ഇത് നിവൃത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ ആധികാരികമായിട്ടുള്ള ഒരു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്നെക്കുറിച്ച്, യേശു തന്നെക്കുറിച്ച് പ്രവാചക വചനങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യം ഏറ്റെടുക്കുക സ്വയം. അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ലോകത്തിൽ ഒരു മത നേതാവും അല്ലെങ്കിൽ ഒരു നേതാവിനും ഒരാൾക്കും ഒരിക്കലും പറയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന് പറയാൻ
ഒരാൾക്കും സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല യേശുവിനല്ലാതെ. അത് ഈശോ പറയുക, യോഹന്നാന്റെ സുവിശേഷത്തില് ഈശോ കൃത്യമായിട്ട് പറയുക, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അപ്പം രക്ഷയ്ക്ക് വേണ്ടി, അതായത് ഒരു വിമുക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനത്തിന്റെ മുമ്പിൽ ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ അത് വളരെ ഒത്തന്റിക് ആയിട്ടുള്ളൊരു പറച്ചിലാണ്. അപ്പം യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം അത് അവൻ ഏറ്റെടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആണ് നമ്മളിവിടെ. ഇനി യേശുവിലൂടെ ദൈവം സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അനുരഞ്ജനം സാധ്യമാക്കി. കാരണം സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകൽച്ച യേശു ക്രിസ്തുവിലൂടെ മാറ്റുന്നത് നമ്മൾ കാണുക. ഇനി കൊളോസി ലേഖനത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ പറയുക, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. യേശു ക്രിസ്തു കുരിശിൽ ചിന്തിയ രക്തം വഴി പിതാവായ ദൈവം നമ്മെ സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ പിതാവായ ദൈവത്തിലേക്ക് അനുരഞ്ജിപ്പിച്ചു. അപ്പൊ പിതാവിൽ നിന്ന് അകന്നു നിന്നിരുന്ന മനുഷ്യകുലത്തെ മാത്രമല്ല എല്ലാ വസ്തുക്കളെയും എന്നാ പറയുന്നത്, സകലത്തെയും. കാരണം മനുഷ്യൻ മൂലം ശപിക്കപ്പെട്ടതായ ഭൂമിയെ മുഴുവനും ദൈവം തന്നോട് അനുരഞ്ജിപ്പിച്ചു എന്നാണ് ഇവിടെ വചനം പറയുന്നത്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഇപ്രകാരം 2-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പറയുകയാണ്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് അകന്നു നിന്ന സമയത്ത് നിങ്ങൾ ക്രിസ്തു ഇല്ലാതെ ഇസ്രായേലിന്റെ പൗരത്വത്തിന് അന്യരായവരും വാഗ്ദാനത്തിന്റെ ഉടമ്പടികൾക്ക് അപരിചിതരും പ്രത്യാശാരഹിതരും ലോകത്തിൽ നിരീശ്വരരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അന്ന് വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ യേശു ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ സമീപസ്ഥരായിരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിങ്ങൾ സമീപസ്ഥരായിരിക്കുന്നു. എന്തെന്നാൽ അവനാണ് നമ്മുടെ സമാധാനം. അവൻ തന്റെ ശരീരത്തിൽ ഇരുകൂട്ടരെയും ഒന്നാക്കുകയും ശത്രുതയാകുന്ന വിഭജന മതിൽ തകർക്കുകയും ചെയ്തു എന്ന് പറയുക. ശത്രുതയാകുന്ന വിഭജന മതിൽ എന്ന് പറഞ്ഞാല് ഇരുകൂട്ടരെയും എന്ന് പറഞ്ഞാൽ സജാതിരും വിജാതിരുമായ എല്ലാവരെയും എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അതുപോലെ ശത്രുതയാകുന്ന വിഭജന മതിലിന് ഇവിടെ ഞാൻ ഒരു ചെറിയ ചിത്രം നിങ്ങളെ കാണിക്കുക. എന്ന് പറഞ്ഞാല് ജെറുസലേം ദേവാലയത്തിന്റെ പുറം ഭിത്തി, അതായത് അകത്ത് കിടക്കുന്ന വിജാതിയർ മരണാർഹരാണെന്ന്, മരണശിക്ഷയ്ക്ക് അർഹരാണെന്ന് മുന്നറിയിപ്പ് എഴുതി വയ്ക്കപ്പെട്ടിരുന്ന വിഭജന മതിൽ. അതാണ് ആ വിഭജന മതിലിനെ തകർത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു അവശിഷ്ടമാണ് ഇവിടെ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എഫേസ്യ ലേഖനം വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്, ചട്ടങ്ങളുടെ കൽപ്പന അടങ്ങുന്ന നിയമം ഇല്ലാതാക്കി, ചട്ടങ്ങളുടെ കൽപ്പന അടങ്ങുന്ന നിയമം ഇല്ലാതാക്കി തന്നിൽ ഇരുകൂട്ടരെയും പുതിയ മനുഷ്യരാക്കി രൂപം കൊടുത്ത് അവൻ സമാധാനം സ്ഥാപിച്ചു. കുരിശു വഴി തന്നിൽ ശത്രുത നിഗ്രഹിച്ച് ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത്. ഇനി ഇങ്ങനൊരു വർഗ ഗുണങ്ങളൊന്നുമില്ല. എല്ലാവരും യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. എല്ലാവരും പിതാവിലേക്ക്. അതാണ് അവൻ വന്ന് വിദൂരസ്ഥരായ നിങ്ങളോട് സമാധാനം പ്രസംഗിച്ചു, സമീപസ്ഥരോടും സമാധാനം പ്രസംഗിച്ചു. കാരണം അവനിലൂടെ നമ്മൾ ഇരുകൂട്ടർക്കും ഒരേ ആത്മാവിൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. ഇനി വേർതിരിവ് ഒന്നുമില്ല. യേശു ക്രിസ്തുവിലൂടെ എല്ലാവർക്കും പിതാവിലേക്ക് പ്രവേശനമുണ്ട് എന്ന് പറയുക. അതാണ് നമുക്കറിയാം, ഈശോ കുരിശിൽ മരിച്ച സമയത്ത് അതായത് ദേവാലയത്തിലെ തിരശ്ശീല എന്ന് പറഞ്ഞാല് പ്രധാന പുരോഹിതന് വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശിക്കാവുന്നതുമായിട്ടുള്ള അതിവിശുദ്ധ സ്ഥലവുമായിട്ട് വേർതിരിച്ചിരുന്ന ആ തിരശ്ശീല യേശുവിന്റെ മരണസമയത്ത് മുകളിൽ നിന്ന് താഴേക്ക് രണ്ടായി കീറപ്പെട്ടു എന്നാ പറയുന്നത് അല്ലെ. അപ്പം അങ്ങനെ മുറിച്ചു മാറ്റിയതാണ് ആ തിരശ്ശീല. ഹെബ്രായ ലേഖനം 10:20 പറയുന്ന അപ്രകാരമാണ്, തന്റെ ശരീരമാകുന്ന തിരശ്ശീലയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാല് തന്റെ ശരീരമാകുന്ന തിരശ്ശീലയിലൂടെ അവൻ കുരിശിൽ കിടക്കുമ്പോൾ പാപമാണ്. ആ പാപം കീറി മാറപ്പെട്ടു. ആ പാപം മുറിയപ്പെട്ടപ്പോൾ, പാപം മരിച്ചപ്പോൾ തിരശ്ശീല കീറി മാറപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ പുനഃസ്ഥാപനമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ടാണ് തന്റെ ശരീരമാകുന്ന തിരശ്ശീലയിലൂടെ അവൻ നമുക്കായി ഒരു നവീനവും സജീവവുമായ പാത തുറന്നു തന്നിരിക്കുന്നു എന്ന് പറയാം. ഈ യേശു ക്രിസ്തുവിലൂടെ ഒന്നാമത് നമ്മൾ കണ്ടത് എന്താണ്? അനുരഞ്ജനം.
ഇനി യേശുക്രിസ്തുവിലൂടെ പാപപരിഹാരം സാധ്യമാക്കി. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരം, മനുഷ്യന് സ്വയമേ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യന് വേണ്ടി യേശുക്രിസ്തുവിലൂടെ പാപപരിഹാരം സാധ്യമാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം നിയമപ്രകാരം നമുക്കറിയാം ലേവ്യരുടെ പുസ്തകത്തിൽ 4, 5, 6, 7 അധ്യായങ്ങളിലെല്ലാം കാണുന്നത് അങ്ങനെയാണ്. മനുഷ്യരുടെ പാപപരിഹാര ബലിക്കായി ഊനമറ്റ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടണം എന്ന നിയമം ഇരിക്കെ ആ നിയമം തന്നെയാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ലേവ്യ പുസ്തകത്തിൽ 16:9 പറയുന്നു, കർത്താവിനായി കുറിവീണ ആടിനെ കൊണ്ടുവന്ന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം. ഇതാ കർത്താവിന് വേണ്ടി കുറിവീണ ആട് ഏതാണെന്ന് നമ്മളിപ്പോ കാണുക. കർത്താവിന് വേണ്ടി കുറിവീണ ആടാണ് യേശുക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് ലേവ്യരുടെ പുസ്തകത്തിൽ 16:20 വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്തതിന് ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം എന്ന് പറയുക. ഇനി അതിന്റെ ബാക്കി ഇവിടെ സ്ക്രീനിലുണ്ട്. അതിന്റെ തലയിൽ കൈകൾ വച്ച് അഹറോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം. അവയെല്ലാം അതിന്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം. കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജനപ്രദേശത്തേക്ക് പോകട്ടെ. ആടിനെ നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണമെന്ന് പറയുക. ഇത് ഒരു വചനം. ഇനി അടുത്ത ഒരു വചനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അത് താഴെ ഉണ്ട്. ഇതാ വരുന്നു ആ വചനം. ഇവിടെ നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തില് 11-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യത്തിൽ ഒരു പ്രഖ്യാപനം നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ഇത് രണ്ടും തമ്മിൽ ഒരു റിസംബ്ലൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞാല് അന്നത്തെ പ്രധാന പുരോഹിതനായ അഹറോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഈ കുഞ്ഞാടിന്റെ മേൽ തലയിൽ ചുമത്തി അതിനെ മരുഭൂമിയിലേക്ക് വിടുന്നത് നമ്മൾ കാണുന്നു. ഇവിടെ ഈ യേശുവിന്റെ കാലത്തെ പ്രധാന പുരോഹിതനായ കയ്യഫാസ് പറയുകയാണ്, ജനം മുഴുവനും നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. എന്നിട്ട് അതിന്റെ അടുത്ത വചനത്തില് യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാ, അവൻ ഇത് സ്വമധയാ പറഞ്ഞതല്ല, പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിന് വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പ്രവചിക്കുകയായിരുന്നു എന്നാണ് അവിടെ പറയുക. ജനത്തിന് വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയും എന്ന് അവിടെ യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചിരിക്കുക. പ്രിയമുള്ളവരെ, ഇതാണ് ഈ രണ്ട് പ്രധാന പുരോഹിതന്മാരും പറയുന്നത് ഒറ്റ കാര്യം തന്നെയാണ്. ഇത് തമ്മിൽ വളരെ ബന്ധമുണ്ട്. അതുകൊണ്ടാ സ്നാപക യോഹന്നാൻ ഈശോയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കസിനെ പരിചയപ്പെടുത്തിയത് നമ്മൾ കാണുക. അതാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതാണ്, നിഷ്കളങ്കനായ മനുഷ്യപുത്രന്റെ മുറിയപ്പെടൽ അനിവാര്യമായിരുന്നു മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് നമ്മൾ ആരും നിഗളിക്കേണ്ടതില്ല. നമ്മളൊക്കെ അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ ആരും നമ്മുടെ സ്വന്തമല്ല എന്നത് മനസ്സിലാക്കണം. അതാണ് 1 കൊറിന്ത്യർ 7:23 പറയുന്നത്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ഇനി യേശു ജെറുസലേം പ്രവേശനത്തിന് ശേഷം തന്റെ മരണത്തിനായിട്ട് ഈ ശിഷ്യന്മാരെ ഒരുക്കുന്ന സമയത്ത് ഒരു ലോകത്തിന്റെ അധികാരിയെ പരിചയപ്പെടുത്തി തരിക. അവിടെ പറയുന്ന ഇപ്രകാരമായി, യോഹന്നാന്റെ സുവിശേഷം 12:31 പറയുന്നു, ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ യേശു മരണത്തിലേക്ക് നടന്നടുക്കുകയാണ്, ജെറുസലേമിലേക്ക് എത്തിക്കഴിഞ്ഞു, കൊല്ലാൻ കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് അവൻ എത്തിക്കഴിഞ്ഞു കുഞ്ഞാട്. എന്നിട്ട് പറയുകയാണ്, ഈ ലോകത്തിന്റെ ന്യായവിധി ഇപ്പോഴാണെന്ന് പറയുക. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. അധികാരിയെ പുറന്തള്ളാൻ വേണ്ടി തന്നെയാണ്, ഈ ലോകത്തിന്റെ അധികാരിയെ പുറന്തള്ളാൻ വേണ്ടി തന്നെയാണ് അവൻ ജെറുസലേമിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പം എന്നിട്ട് വീണ്ടും ഈ യോഹന്നാൻ സുവിശേഷത്തിൽ 14:30 പറയുക, ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എന്റെ മേൽ അധികാരമില്ല എന്ന് പറയുകയാണ്. അപ്പം ഈ ലോകത്തിന്റെ അധികാരിയെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. നമുക്കറിയാം, അവനെ പരീക്ഷണ സമയത്ത് മലമുകളിൽ കൊണ്ട് നിർത്തിയിട്ട് മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു,
ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കും. ലൂക്കാസ് സുവിശേഷത്തിൽ അങ്ങനെ പറയുന്നത്, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കും, നീ എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാമെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന സാത്താനോട് ഈശോ അക്ഷരം തിരിച്ചു മിണ്ടുന്നില്ല. കാരണം ഞാനാണ് ഈശോയുടെ സ്ഥാനത്ത് തീർച്ചയായിട്ടും പറഞ്ഞേനെ, എടാ മോനെ ഇതെല്ലാം എൻ്റെ അപ്പന്റെ ആണെന്ന് തീർച്ചയായിട്ടും പറഞ്ഞേനെ. പക്ഷെ ഈശോ അന്നേരം ഒന്നും പറഞ്ഞില്ല. കാരണം എന്താന്ന് ചോദിച്ചാല്, ഇത് അപ്പൻ, പിതാവായ ദൈവം ഇത് ആരെ ഏൽപ്പിച്ചുവോ അവരിത് കൊണ്ടുപോയി സാത്താന്റെ കക്ഷത്തിൽ കൊടുത്തു എന്ന് ഈശോയ്ക്ക് അറിയാവുന്നത് കൊണ്ടും തന്റെ ചങ്കിലെ ചോര മറുപടിയായി നൽകിക്കൊണ്ട് ഇത് സ്വന്തമാക്കണമെന്ന് ആക്കുമെന്ന് ഈശോയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഈശോ അങ്ങനെ അവനോട് തർക്കിക്കാൻ പോകാഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ ഒരു ചിത്രം നമ്മൾ കാണുക. അതായത് സാത്താൻ മനുഷ്യന് നേരെ വിരൽ ചൂണ്ടിക്കുന്ന അവനെതിരെ കുറ്റം പിറുപിറുക്കുന്നത് നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ ഈശോ നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പിതാവിലേക്ക് നോക്കുന്നു. സ്വർഗത്തിൽ ഒരു തർക്കം ഉണ്ടാകുക. ദൈവം നീതിമാനായതുകൊണ്ട് പാപം ചെയ്തവർ എന്തായാലും മരിക്കണം. അതാണ് സാത്താന്റെ വാദം. സാത്താൻ വാദിക്കുന്നത് ലോകം മുഴുവൻ പാപം ചെയ്തിരിക്കുക, മനുഷ്യകുലം മുഴുവൻ പാപാന്ധകാരത്തിലാണ്, എല്ലാവരും മരിക്കണമെന്ന് പറഞ്ഞ് സാത്താൻ നമുക്കെതിരെ പിറുപിറുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഇല്ല, അവരെല്ലാവരെയും രക്ഷിക്കാൻ ഞാൻ പോകാം എന്ന് പറയുക. നമുക്കറിയാം, വെളിപാട് പുസ്തകത്തിൽ 12:10 പറയുന്ന ഇപ്രകാരം, സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എപ്പോഴാ? യേശു ക്രിസ്തുവിന്റെ മരണം സംഭവിക്കുമ്പോൾ. ഈശോ മരിച്ചു കഴിഞ്ഞപ്പോ ഈ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും അവിടുത്തെ രാജ്യവും അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. സാത്താൻ സ്വർഗത്തിൽ നിന്ന്, അതായത് ദൈവസന്നിധിയിൽ നമുക്കെതിരെ മർമറ് ചെയ്തുകൊണ്ടിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു എന്ന് പറയുക. അതാണ് നമുക്കിവിടെ വചനത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു എന്ന് പറയും, നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മധ്യസ്ഥൻ. അതായത് യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിന് 30-ാമത്തെ വചനത്തില് എല്ലാം പൂർത്തിയായിരിക്കുന്നു. സ്മിത നമ്മളോട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അപ്പമായി തീരുന്ന ഈശോയെ നമ്മൾ കാണുക. നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി അവനെ തന്നെ കീറി മുറിച്ച് നമുക്ക് തരിക. തലേ ദിവസം ഒരു അപ്പം ഉയർത്തിപ്പിടിച്ചത് എന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ലെങ്കിലും, ഇതുപോലെ പിറ്റേ ദിവസം ഈ എന്താ പറയാ കാൽവരിയുടെ നെറുകയിൽ കീറി മുറിക്കപ്പെട്ടപ്പോഴും അവർക്ക് മനസ്സിലായില്ല. എന്നാൽ പിന്നീട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം. പ്രിയമുള്ളവരെ, എല്ലാം അവൻ പൂർത്തിയാക്കി. അവന്റെ ദൗത്യം പൂർത്തിയാക്കപ്പെട്ടപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി എന്നേക്കുമായി പുറന്തള്ളപ്പെട്ടു. അവന്റെ സാത്താന്റെ തല തകർക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ചവനാണ് യേശു ക്രിസ്തു. ജീസസ് ഡൈഡ് ഫോർ മീ, the least I can do is live for him എന്ന് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്ന കാണുന്നുണ്ടല്ലോ. റോമർ 5:8 പറയുന്ന ഇപ്രകാരമാ, എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം ആക്കിയിരിക്കുന്നു. നല്ലവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ആരെങ്കിലും തയ്യാറായിരിക്കാം. പക്ഷേ പാപികൾക്ക് വേണ്ടി, നികൃഷ്ടരായ മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും തയ്യാറാകുമോ? ഇവിടെ നമുക്ക് വേണ്ടിയിട്ട്, നാം പാപികളായിരിക്കെ ദൈവം നമുക്ക് വേണ്ടി തന്റെ സ്വപുത്രനെ ബലിയായി നൽകി എന്നതിലാണ് സ്നേഹം. അത് നമുക്കറിയാം. 1 യോഹന്നാൻ 4:10 പറയുന്ന ഇപ്രകാരമാ, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിക്കുകയും തന്റെ സ്വപുത്രനെ നമുക്ക് വേണ്ടി ബലി കഴിക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അങ്ങനെ നമുക്ക് വേണ്ടി, പാപികളായിരിക്കെ നമുക്ക് വേണ്ടി ദൈവം മരിച്ചു എന്ന് കാണുക. ഇവിടെ കാണുന്ന 1 പത്രോസ് 3:18 പറയുക, എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു, അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു എന്ന്. ശരിക്കു പറഞ്ഞാൽ നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണം, നമുക്കെല്ലാവർക്കും വേണ്ടി, പാപാന്ധകാരത്തിലായിരുന്ന മനുഷ്യകുലത്തിന് വേണ്ടിയിട്ട് നീതിമാൻ, അതാണ് ഊനമറ്റ കുഞ്ഞാട് നമുക്ക് വേണ്ടി ബലി കഴിക്കപ്പെടുക എന്ന് പറയുന്നത്. ഇവിടെ 2 കൊരിന്ത്യർ 5:21 പറയുന്നു, അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. എന്ന് പറഞ്ഞ് കുരിശിൽ കിടന്ന് നിലവിളിക്കുന്ന ഈശോയെ നമ്മൾ കാണുകയല്ലേ. അവൻ നമുക്ക് വേണ്ടി, ദൈവത്തോട് ഞാനും പിതാവും ഒന്നെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഈശോ പിതാവിൽ നിന്ന് വേർപെട്ട് നമുക്ക് വേണ്ടി പാപമായി മാറി എന്നാണ് വചനം ഇവിടെ പറയുന്നത്. ദൈവം അവനെ നമുക്ക് വേണ്ടി
പാപമാക്കി മാറ്റി. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ വചനം പറയുന്നു, നമ്മെ പ്രതി യേശു ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മരത്തിൽ തൂക്കപ്പെട്ട ഇത്രയും നികൃഷ്ടമായ ഒരു മരണം വേറെ ആർക്കും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു മരണത്തിലേക്ക് യേശു പോയതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മെ എല്ലാവരെയും ഈ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടിയാ. വചനം ഇവിടെ പറയുന്നത് കണ്ടോ? അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് ദൈവം അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. നമ്മെ വിമോചിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് അവൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന ആ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു എന്നാ പറയാ. അവന്റെ കൂടെ ഇരിപ്പിടം നൽകാൻ തക്കവിധം നമുക്ക് യോഗ്യത നൽകി എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി 1 യോഹന്നാൻ 2:2 പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റുമുണ്ട്, ഒരു ആഹ്വാനവുമുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും എന്ന് പറയുമ്പോൾ ലോകം മുഴുവനുള്ള എല്ലാവരും ഇത് അറിയണമെന്നുള്ള ഒരു ആഹ്വാനം കൂടി അവിടെ ഈ വചനത്തിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇവിടെ നമ്മൾ കാണുന്നത് 1 യോഹന്നാൻ 1:7 പറയുന്നു, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നമ്മളെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുക. ഇനി ഹെബ്രായ ലേഖനം 2:15 പറയുന്ന ഇപ്രകാരമാ, മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ എന്നേക്കുമായി രക്ഷിച്ചു കഴിഞ്ഞു എന്ന് പറയുക. മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ, ഈ ലോകത്തിലുള്ള സകല മനുഷ്യർ, നമുക്കറിയാം മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ, മരണഭയത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യകുലത്തെ പൂർണ്ണമായും വിടുവിക്കാൻ വേണ്ടി അവനെ നശിപ്പിക്കുകയാണ്. കാരണം നമുക്കൊക്കെ മരണഭയമുണ്ട്, രോഗം എന്ന ഭയം എല്ലാം എല്ലാറ്റിലും നമുക്ക് ഭയമാണ്. ഇതിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള സകല അടിമത്തത്തിലും ബന്ധനങ്ങളിൽ കഴിയുന്നവരെ എന്നേക്കുമായി രക്ഷിച്ചു കഴിഞ്ഞു എന്ന് പറയുക ഇവിടെ വചനം നമ്മോട് പറയുന്നത്. ഇനി ക്രിസ്തുവിലൂടെ നമുക്ക് യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മനുഷ്യകുലത്തിന് നീതീകരണം ആക്കുകയാണ്. യേശു ക്രിസ്തുവിനെ ഉയർപ്പിക്കുന്നതോടുകൂടി എന്ന് പറഞ്ഞാൽ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് മരിച്ചവൻ ഉയർത്തപ്പോൾ അവൻ എൻ്റെ ഉടമസ്ഥനായി മാറി, അവൻ എൻ്റെ കർത്താവായി മാറി. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈശോ മരിക്കുന്നതിന് മുമ്പ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സാത്താന്റെ മുമ്പിൽ ഈശോ ഒന്നും മിണ്ടിയില്ല എങ്കിൽ മരിച്ചുത്ഥാനം ചെയ്തതിന് ശേഷം ഈശോ വന്നിട്ട് ശിഷ്യന്മാരോട് പറയുക, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന്. അതുവരെ ഈ ലോകത്തിന്റെ അധികാരി വരുന്നു എന്നൊക്കെ പറഞ്ഞവൻ ഇപ്പൊ പറയുക, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദൗത്യം പൂർത്തീകരിച്ച്, പിതാവായ ദൈവം ഏൽപ്പിച്ച് ദൗത്യം പൂർത്തീകരിച്ച് അതിനുശേഷം ശിഷ്യന്മാരെടുത്ത് വന്നിട്ട് പറയുക, അതും അവരെ വലിയൊരു എന്താ പറയാ ആഹ്വാനം നൽകി അവരെ പറഞ്ഞയക്കുന്നതിന് മുമ്പാണ് ഈശോ അവരോട് പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് മറ്റൊരു ആഹ്വാനം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലായിടത്തും പോയി സർവരെയും ശിഷ്യപ്പെടുത്തു എന്നൊക്കെ പറഞ്ഞ് അവരെ വിടുന്നത്, ദൗത്യം ഏൽപ്പിച്ച് അവരെ വിടുന്നത് അതിനുശേഷമാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഇതാണ്. റോമർ 14:9 പറയുന്നു, മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. എന്ന് പറഞ്ഞാല് കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥൻ, ഉടയവൻ എന്നാണ് അതിന്റെ അർത്ഥം. കർത്താവായിരിക്കാൻ വേണ്ടി. അതെങ്ങനെയാ? മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും എല്ലാവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും എന്ന് വചനം കൃത്യമായി നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തരിക. പ്രിയമുള്ളവരെ, നമുക്ക് നൽകപ്പെട്ടത് സൗജന്യമായ നീതീകരണമാണ്. സൗജന്യമായ നീതീകരണവും രക്ഷയുമാണ് നമുക്ക് നീട്ടി തന്നിരിക്കുക, സൗജന്യമായ നീതീകരണം. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. എല്ലാ ദൈവകോപത്തിൽ നിന്നും എല്ലാ എന്താ പറയാ ശിക്ഷകളിൽ നിന്നും നമുക്ക് പൂർണ്ണമായിട്ടുള്ള മോചനം നൽകപ്പെട്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിലായിരിക്കുന്ന പുതിയ സൃഷ്ടിയാണെന്ന് പറയുന്നു. ക്രിസ്തുവിലായിരിക്കുന്നതിന് ശിക്ഷാവിധി ഇല്ല എന്ന് റോമർക്കെഴുതിയ ലേഖനത്തിലെ 8-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ പറയും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ കാണുന്ന ഇതാണ്. റോമർ 3:24 പറയുന്നു, അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു എന്ന് പറയുകയാണ്.
സൗജന്യമായ നീതീകരണം. പ്രിയമുള്ളവരെ, മരണപാശത്തെ തകർത്ത് ഉത്ഥാനം ചെയ്ത് നീതീകരിച്ച് മനുഷ്യകുലത്തെ മുഴുവൻ നീതീകരിച്ച് സകലത്തിന്റെയും ഉടമസ്ഥനായി സകലത്തിന്റെയും കർത്താവായി തീർന്ന യേശുക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് അതായത് ഈശോ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക്, അതായത് വീണ്ടും മടങ്ങി പിതാവിന്റെ സന്നിധിയിൽ ചെന്ന്, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തില് 17-ാം അധ്യായത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടുത്തോടു കൂടി ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ പ്രവേശിപ്പിക്കണം, അനാദിയില് അവിടുത്തോടു കൂടി ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ പ്രവേശിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഭാഗമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈശോ ഭൂമിയിൽ വന്ന് ദൗത്യം പൂർത്തീകരിച്ച് സ്വർഗത്തിൽ മടങ്ങിയെത്തി മഹത്വീകരിക്കപ്പെട്ടു. അങ്ങനെ മഹത്വീകരിക്കപ്പെടുക മാത്രമല്ല, അവന്റെ മഹത്വത്തിൽ നമ്മളെ പങ്കാളികളാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ കൂടെ നൽകി. എന്നിട്ട് അവൻ പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടവനായി നമുക്ക് വേണ്ടി നിത്യമായി മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ ഉണ്ടായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതാണ് നമ്മളിവിടെ കാണുന്നത്. 1 തിമോത്തി 2:5 പറയുന്നത് എന്തെന്നാൽ, ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനായ ഒരുവനേ ഉള്ളൂ, മധ്യസ്ഥനായ യേശു ക്രിസ്തു എന്ന് വചനം പറയുക. ഇനി നമുക്കറിയാം, അവൻ നമുക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ വന്ന് ലോകം മുഴുവനിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സകലരും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഈ ലോകം മുഴുവന്റെ രക്ഷയാണ് യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം മനസ്സിൽ കണ്ടതും അവിടുന്ന് പുത്രനിലൂടെ നിവൃത്തിയാക്കിയതും. ഇനി യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യകുലത്തെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പൂർണ്ണമായിട്ട് നയിക്കുക, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. നമ്മള് ഈ യാചകരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തരണേ എന്ന് പറയാതെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് വളർന്നു. നമുക്കറിയാം, യാചകർ വന്നു കഴിഞ്ഞാൽ വീടിന്റെ പുറത്ത് നിന്ന് ഇങ്ങനെ തരണേ എന്ന് പറയും അല്ലേ. മക്കളെന്ത് ചെയ്യും? ഓടിപ്പോയി അപ്പന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്തുകൊണ്ട് യാചകർക്ക് കൊടുക്കും അല്ലെ. നമ്മളിങ്ങനെ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് വളർന്നിട്ട് അപ്പന്റെ പോക്കറ്റിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ വാരി വിതറുന്ന മക്കളായി ദൈവമക്കൾ സ്ഥാനത്തേക്ക്, ആ മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വളരേണ്ടതല്ലേ. അപ്പൊ അതാണ് ഇവിടെ ഗലാത്യ ലേഖനത്തില് 5:1 പറയുന്നത്, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിന്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. ഈ ലോകത്തിന്റെ അടിമത്തത്തിന്റെ നുകത്തിന് വിധേയരായിക്കൊണ്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കല്ല. ഈശോ നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്, ഞാൻ മരിച്ചത് നീ ജീവിക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മോട് നിരന്തരം പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നത്, സ്വതന്ത്ര മനസ്സോടെ ജീവിക്കുന്നത് കാണാനാണ് യേശുവിന് ഇഷ്ടമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണം എന്ന് പറയും. യാക്കോബ് ശ്ലീഹ പറയുക 1:25 പറയുന്നു, കേട്ടത് മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്ന് പറയുക. സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി മനസ്സിലാക്കണം, അതിൽ ഉറച്ചു നിൽക്കണം. തന്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകുമെന്ന് വചനം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മളെ രക്ഷിച്ച് കഴിഞ്ഞതാണെന്ന കാര്യം നമ്മുടെ ഹൃദയത്തിൽ അടിച്ച് ഉറപ്പിച്ച് നമ്മൾ വയ്ക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം അവിടെ മാറി. ഇനി നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിലൂടെ നിറവേറ്റപ്പെട്ട രക്ഷാകര പ്രവൃത്തികളും മഹത്വീകൃത നാമങ്ങളുമാണ്. ഈശോ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് ഈശോ മരിച്ചു, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, അവൻ കർത്താവായി. അതായത് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിച്ചപ്പോൾ അവൻ എൻ്റെ രക്ഷകനായി, അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ എൻ്റെ കർത്താവായി. ഈശോ ചെയ്ത 3 പ്രവൃത്തികളാണ്: മരിച്ചു, ഉയർത്തു, മഹത്വീകരിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ നൽകി. ഇനി അതിലൂടെ അവന് നൽകപ്പെട്ടിരിക്കുന്ന രക്ഷാകര മഹത്വീകൃത നാമങ്ങളാണ് രക്ഷകനായി, രക്ഷകൻ, കർത്താവ്, ക്രിസ്തു എന്ന് പറയുന്നത്, മിശിഹ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ കർത്താവീശോ മിശിഹ എന്ന് പറയുന്നത്. കർത്താവീശോ മിശിഹ എന്ന് പറയുന്നത് ശരിക്കും മഹത്വീകൃത നാമമാണ്. യേശുക്രിസ്തുവിന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി അവൻ ചെയ്ത പ്രവൃത്തികളും ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ അവന് ലഭിച്ച അതായത് അവന്റെ രക്ഷാകര പ്രവൃത്തികൾ പൂർത്തിയാക്കിയപ്പോൾ അവന് ലഭിച്ച മഹത്വീകൃത നാമമാണ് ഈ കർത്താവീശോ മിശിഹ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കിനി വേറൊന്നും നമ്മൾ ചെയ്യാനില്ല. നമുക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാം. നമ്മൾ ആ പാപഭാരവും പ്രയാസവും കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്ന ദുഃഖവും എല്ലാം മാറ്റി യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകിയ രക്ഷയുടെ ആഴവും പരപ്പും ഒന്ന് ആസ്വദിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തുവിൽ അഭിമാനിക്കുന്ന, രക്ഷയുടെ സ്വാതന്ത്ര്യം ആസ്വദിച്ച് ജീവിക്കുന്ന സാക്ഷ്യത്തിന്റെ സമൂഹമായി തീരാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം.
അങ്ങനെ ഇനി നമ്മൾ ദുഃഖത്തിന്റെ മക്കളല്ല, സന്തോഷത്തിന്റെ മക്കളായിട്ട് ജീവിക്കേണ്ടവരാണ് എന്ന ബോധ്യത്തോടെ മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു ടോംജിൻ ചേട്ടാ. സുവിശേഷത്തെ ആസ്പദമാക്കി യേശു ഏകരക്ഷകൻ എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന, നമ്മെ പഠിപ്പിച്ചു തന്ന ഈ സത്യത്തെ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ദൈവം നമ്മളെ ഏവരെയും ഒരുക്കട്ടെ. അടുത്തതായിട്ട് നമ്മുടെ ഷിക്കാഗോ രൂപതയുടെ അഭിമന്യ പിതാവ്, പ്രിയ ബഹുമാനപ്പെട്ട മാർ ജോയി ആലപ്പാട്ടാണ്. ആലപ്പാട്ടിന്റെ സന്ദേശമാണ്. പിതാവ് എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് ടോമസ് ചേട്ടാ, നമ്മൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണോ? ജിൽബി, പിതാവ് വന്നിട്ടില്ല കേട്ടോ. എന്റെ കോൾ ആൻസർ ചെയ്തിട്ടില്ല. പിതാവ് ബിസിയാണെന്ന് തോന്നുന്നു. ഓക്കെ താങ്ക് യു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തായിട്ട് അനൗൺസ്മെന്റ്സ് ആണ്. ഏതാനും അനൗൺസ്മെന്റ്സ് ഉണ്ട്. നമുക്ക് സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചു എന്ന് ഒരു വോയിസ് മെസ്സേജായി നിങ്ങളുടെ സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് ജൂൺ മാസം 16 മുതൽ 21 വരെയും ജൂലൈ മാസം 14 മുതൽ 19 വരെയും കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 906-195-4230 or 701-257-4557 എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ജൂണിൽ ഏതാനും സീറ്റുകൾ കൂടി ബാക്കിയുണ്ട്. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യ ആരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മത അധ്യാപകർക്കുമൊക്കെയായി വികാരി അച്ഛന്മാരുടെ അനുവാദത്തോടെ മിസിയോ ഫുൾ കോഴ്സ് സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസങ്ങളിലും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുക. നമ്മൾ ഒരു മിഷൻ ആണെന്ന ബോധ്യം നൽകുവാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെയും എല്ലാവരും വായിക്കുവാൻ പരിശ്രമിക്കണമേ. അനോണിമസ് ആയ യാതൊരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യങ്ങൾക്കായും ആരും നിങ്ങളെ വിളിക്കാറില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് അറിയിക്കുന്നു. മിസിയോ കുടുംബത്തിൽ നിന്നും പണി കഴിപ്പിക്കുന്ന 3ാമത്തെ ഭവന നിർമ്മാണം അതിന്റെ പരിപൂർത്തിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇന്റീരിയർ ഡിസൈൻ വർക്കുകളാണ് നടക്കേണ്ടത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. അടുത്തായിട്ട് നമ്മുടെ വൈൻഡപ്പ് സെഷൻ ആണ്. നമ്മുടെ പ്രിയപ്പെട്ട ആലിസൂട്ടി ചേച്ചിയാണ് യൂഷ്വലി വൈൻഡപ്പ് സെഷൻ നടത്തുന്നത്. കഴിഞ്ഞ ഏതാനും സെഷനായിട്ട് അലിസൂട്ടി ചേച്ചി നമ്മുടെ വത്സമ ചേച്ചിയാണ് ഡെലിഗേറ്റ് ചെയ്യാറുള്ളത്. ഇന്ന് അലിസൂട്ടി ചേച്ചി ട്രാവലിംഗ് ആണ്, അതുകൊണ്ട് നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ വത്സമ ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജിൽബി. ദൈവത്തിന് സ്തുതി. ഞാനിനി എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ നമ്മുടെ പ്രൊക്ലമേഷൻ ചെയ്ത ജെസ്സി മാത്യുവും അതുപോലെ ടെസ്റ്റിമണി ചെയ്ത സ്മിതയും പിന്നെ ടോംസൺ ചേട്ടൻ്റെ വളരെ വിശദമായ സ്ലൈഡ് പ്രസൻറ്റേഷനുമിലൂടെയൊക്കെ നമ്മൾ യേശു രക്ഷകനാണെന്ന് വളരെ ആഴത്തിൽ മനസ്സിലാക്കി. അവർ നമുക്ക് വളരെ വിശദമായി പറഞ്ഞു തന്നു. ഇനി നമ്മൾ ആരെങ്കിലും എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കണോ? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അവസാനിപ്പിച്ചത് ഞാൻ ദുർഭകനായ മനുഷ്യൻ, എന്നെ ആര് രക്ഷിക്കുമെന്നൊക്കെയുള്ള ഒരു നിലവിളിയോടുകൂടിയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇപ്പം നമുക്ക് ആനന്ദത്തിൻ്റെ നിമിഷമാണ്. നമുക്ക് ആനന്ദിക്കാമെന്ന് ടോമസ് ചേട്ടൻ പറഞ്ഞു നിർത്തേണ്ടായി അല്ലേ? എന്താണ് ആനന്ദം? നമ്മൾ
2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞ യേശു രക്ഷിച്ചു കഴിഞ്ഞു എന്നുള്ള ആ വലിയ രഹസ്യം നമ്മളിപ്പോൾ മനസ്സിലാക്കി. നമ്മൾ നേരത്തെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ആഴത്തിൽ മനസ്സിലാക്കുവാനും ആ രക്ഷയുടെ എത്രമാത്രം സ്നേഹമാണ് ആ യേശുവിൻ്റെ കുരിശുമരണത്തിലും രക്ഷാകര പദ്ധതിയിലുമൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ള വസ്തുത നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പൊ ഈ ഒരു രക്ഷാകര പദ്ധതി, രക്ഷാകര കർമ്മം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ അല്ലേ? രക്ഷാകര പദ്ധതി പൂർത്തിയായിട്ടില്ല. അതിന്റെ കാലാവധി സാധാരണ നമ്മുടെ ഗവൺമെന്റിന്റെ പദ്ധതി പോലെയല്ല. ഇതിന്റെ കാലാവധി ലോകാവസാനം വരെയുള്ള അവസാനത്തെ മനുഷ്യൻ ചെയ്യുന്ന അവസാനത്തെ പാപത്തിന് പോലും പരിഹാരം ചെയ്ത് ആ സമയം വരെയും ആണ് ഇതിന്റെ കാലാവധി. ഇനി ഈ രക്ഷാകര പദ്ധതിയുടെ കാലാവധി അതൊരു മുൻകാല പ്രാബല്യവും കൂടെ ഉണ്ട്. കാരണം അതായത് ലോകാരംഭം മുതൽ ലോകാരംഭം മുതൽ ജനിച്ചു, അതായത് നമ്മുടെ ആദിമാതാപിതാക്കള് ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ടാണ് യേശുക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മളെ നീതീകരിച്ച് നമ്മളെ മഹത്വത്തിലേക്ക് നയിച്ചത്. അതായത് അതുകൊണ്ടാണ് നമുക്കറിയാം ഈ ഒരു രക്ഷാകര പദ്ധതിയെ പറ്റി മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവം അന്ന് ആദവും ഹവ്വായും പാപം ചെയ്ത സമയത്ത് പറുദീസായിൽ നിന്ന് പുറത്താക്കി പറുദീസായ്ക്ക് വേലി കെട്ടി കെരൂബുകളെ കാവൽ നിർത്തിയത്. അതായത് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ജീവന്റെ വൃക്ഷത്തിലെ പഴം കൂടി പറിച്ചു തിന്ന് നിത്യ മരണത്തിന് അർഹരായിരിക്കുന്ന, നിത്യമരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അമർത്യത പ്രാപിച്ചാൽ നാം എന്നും ദൈവത്തിൽ നിന്ന് അകന്നിരിക്കും എന്നുള്ള വസ്തുത അറിയാവുന്നതുകൊണ്ട് ഒരു രക്ഷകനെ അയച്ച് ഈ ഒരു കുഴിയിൽ നിന്നും നമ്മെ കരകയറ്റണം, മനുഷ്യവർഗത്തെ കരകയറ്റണമെന്നുള്ള ഒരു ആഗ്രഹം ദൈവത്തിന്റെ മനസ്സിൽ ഉടലെടുത്തപ്പോഴേ ആണ് അവരെ പുറത്താക്കിയത്. അപ്പൊ ജീവന്റെ വൃക്ഷത്തിലെ പഴം, ആ ജീവന്റെ വൃക്ഷമാണ് യേശുക്രിസ്തു. അപ്പൊ ആ പഴം നമ്മളെ സഭ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ പാപാവസ്ഥയിലായി, അതായത് നമ്മൾ പാപം ചെയ്ത് പാപത്തിൽ നിന്ന് മോചനം നേടി, കുംഭസാരത്തിലൂടെ ഒക്കെ പാപത്തിന് മോചനം നേടി വിശുദ്ധി പ്രാപിക്കാതെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അത് രോഗികളാക്കും നമ്മളെ, ചിലപ്പോൾ അത് മരണത്തിലേക്ക് നയിക്കുമെന്ന് നമ്മൾ സഭ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അന്ന് ആ വൃക്ഷത്തിൽ നിന്നുള്ള പഴം പറിച്ചു തിന്നാൽ അമർത്യത നിത്യ നരകത്തിലായിരിക്കും, അല്ലെങ്കിൽ നിത്യ മരണത്തിലായിരിക്കും, നിത്യതയിൽ ദൈവത്തോടു കൂടി ആയിരിക്കുകയില്ല. അത് മനസ്സിലാക്കിയിട്ടാണ്, അത് അത്രമാത്രം സ്നേഹത്തിന്റെ പാരമ്യമാണ്. അപ്പൊ ആ ഒരു സംഭവമാണ് ഇവിടെ രക്ഷാകര പദ്ധതിയിലൂടെ ദൈവത്തിന്റെ ആഗ്രഹമാണ്. ആ രക്ഷാകര പദ്ധതിയാണ് ഈ 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ പൂർത്തിയാക്കിയത്. നമ്മുടെ സ്മിതയൊക്കെ അത് വളരെ വ്യക്തമായി ഈശോയെ തന്നെ നേരിട്ട് സംസാരിച്ചത് സ്മിത നമ്മളോട് ഷെയർ ചെയ്ത് ഉണ്ടായി, സാക്ഷ്യം പറഞ്ഞപ്പോഴും. അപ്പൊ ഇവിടെ യേശുക്രിസ്തു ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നുണ്ട്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പൊ ഈ രഹസ്യങ്ങൾ നമ്മൾ ഈ ഒരു എന്താ പറയാ, ഈ പ്രാരംഭ പ്രഘോഷണത്തിന്റെ അടിസ്ഥാന രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി കിട്ടാൻ വേണ്ടി നമ്മളെ പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ. നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഈ രക്ഷയെക്കുറിച്ച് മനസ്സിലാകാൻ കഴിയാത്ത എത്രയോ ആളുകൾ ലോകത്ത് ഇങ്ങനെ ഉണ്ട്. പക്ഷെ നമ്മളെ എന്ത് ചെയ്യുന്നു? അത് ശിശുക്കളെ പോലെയുള്ള, അതായത് വിനീത ഹൃദയരാണെന്ന് ദൈവം വിചാരിച്ചിരിക്കുന്ന നമ്മയാണ് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. നമ്മൾ വഴിതെറ്റി വന്നതാണോ, അല്ലെങ്കിൽ എതിർച്ചയ വന്നതാണോ? അല്ല, ദൈവം നേരത്തെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി അനുസരിച്ച് നമ്മളെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ. ഇപ്പോൾ ടോമിഷൻ ചേട്ടനും അതുപോലെ ജെസ്സിയും സ്മിതയും ഒക്കെ ദൈവത്തിൻ്റെ രഹസ്യങ്ങളായിരുന്നു നമ്മുടെ മുൻപിൽ ഇങ്ങനെ റിവീൽ ചെയ്തുകൊണ്ടേ ഇരുന്നത്. അപ്പോൾ ഈ രക്ഷ നമുക്ക് സ്വീകരിക്കാം. അതായത് നമുക്കൊരു
നമ്മളെല്ലാവരും കുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണ്, വലിയ കുഴിയിൽ വീണിരിക്കുകയാണെന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലായി. സ്വർഗത്തിൽ നിന്നൊരു ടോംസൺ പറഞ്ഞു മരണപാശം തകർത്ത് നമ്മളെ രക്ഷിച്ചു എന്ന്. അപ്പൊ ഈ മരണപാശം തകർത്ത് സ്വർഗത്തിൽ നിന്നൊരു പാശം ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. അതാണ് യേശുക്രിസ്തു. നമ്മുടെ കാൽവരിയിൽ നമ്മളെ പ്രസവിച്ച മക്കളാണ് നമ്മളെന്നൊക്കെ സ്മിത പറഞ്ഞു അല്ലേ. അതൊക്കെ നമ്മുടെ ആഴത്തിൽ നമ്മൾ ധ്യാനിച്ചാൽ എത്രമാത്രം സ്നേഹമാണ് അതിൽ ഒതുങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അത്രമാത്രം വലിയ സ്നേഹമാണത്. അപ്പോൾ ഈ കയറിങ്ങനെ ഇറക്കി നമ്മൾ കുഴിയിൽ നിൽക്കുമ്പം കയറിങ്ങനെ ഇറക്കി തരുമ്പോൾ നമ്മൾ ആ കയർ യേശുക്രിസ്തുവാണ്. നമ്മൾ അതിൽ പിടിച്ചൊന്ന് കയറിയാൽ മതി. അപ്പം അതിൽ പിടിച്ചൊന്ന് കയറിയാല നമുക്ക് എന്ത് ചെയ്യാം, ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷെ നമ്മൾ ആ കയറിങ്ങോട്ട് ഇറക്കിയിട്ടുണ്ടെന്ന് പോലും അറിയാതെയാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, മോനെ കുട്ടാ ചക്കരയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. എവിടെ ആര് കേൾക്കുന്നു അല്ലേ? കേട്ടാൽ തന്നെ കൈ ഉയർത്തി അതിൽ പിടിക്കാൻ പറ്റാതെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇത്രയും വലിയൊരു രക്ഷ ഒരുക്കി തന്ന ദൈവത്തിന്, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിന് നമ്മൾ പ്രത്യുത്തരം കൊടുക്കണം. ഈ രക്ഷയ്ക്ക് നമ്മൾ എങ്ങനെ പ്രത്യുത്തരം കൊടുക്കും? നമുക്ക് ദൈവം തന്നിരുന്ന എല്ലാത്തിൻ്റെയും എല്ലാ അധികാരവും നമുക്കും തന്നിരുന്നു അല്ലേ. ദൈവത്തിനുള്ള എല്ലാ അധികാരവും തന്നെ നമുക്കും തന്നിരുന്നു. പക്ഷെ നമ്മളിതെല്ലാം പിശാചിന്റെ വാക്കുകൾ അനുസരിച്ചത് മൂലം അവിടെ കൊണ്ട് അടിയറ വെച്ചു. അപ്പൊ ഈ അടിയറ വെച്ചതെല്ലാമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈശോ സ്വന്തം രക്തം വില കൊടുത്ത്, ജീവൻ വില കൊടുത്ത് നമുക്ക് തിരിച്ചു വാങ്ങി തന്നിരിക്കുക. ഇപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? യേശുക്രിസ്തു നമ്മെ സ്വന്തമാക്കി. അതായത് നമ്മൾ യേശുവിന്റെ സ്വന്തമായെന്നല്ല, യേശു വില കൊടുത്ത് നമ്മളെ വാങ്ങി. ടോമിച്ചേട്ടൻ പറഞ്ഞ ദത്തെടുത്തു നോക്കിയില്ല, എല്ലാം തരേണ്ട എല്ലാ അവകാശങ്ങളും തിരിച്ചു തന്ന് മക്കൾക്ക് അവകാശപ്പെട്ടതെല്ലാം ആദ്യമേ കൊടുത്തുകൊണ്ടാണ് ദത്തെടുക്കുന്നത് അല്ലേ. അപ്പൊ അതെല്ലാം നമുക്ക് തിരിച്ചു തന്നു. അപ്പൊ ഈ തിരിച്ചു തന്ന എല്ലാത്തിനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈശോയ്ക്ക് നന്ദി പറയാം. അതാണ് നമ്മുടെ പ്രത്യുത്തരം. നമ്മൾ ഈ ഘട്ടത്തിൽ, അതായത് ഈ ആഴ്ചയിൽ, അതായത് ഈ രക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രത്യുത്തരം ഇതാണ്. ഈ രക്ഷയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രത്യുത്തരം, നമുക്ക് എന്തെല്ലാം നഷ്ടമായി പോയിട്ടുണ്ടായിരുന്നോ അതെല്ലാം തിരിച്ചു തന്നു. അപ്പൊ അതെല്ലാം ഒന്ന് ഓർത്തെടുത്ത് അതിനെല്ലാം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ നഷ്ടപ്പെട്ടു പോയ ദൈവം നമുക്ക് തിരിച്ചു തന്നല്ല നമ്മുടെ ജീവൻ അല്ലെ, നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ സ്വത്ത്, നമ്മുടെ വീട്, കുടുംബാംഗങ്ങൾ എല്ലാം നമുക്ക് നഷ്ടമായേനെ അല്ലേ. നമ്മൾ നിത്യമായ മരണത്തിലേക്ക് പോയിരുന്നെങ്കിൽ, നമ്മൾ മരിച്ചിരുന്നെങ്കിൽ. എന്നാൽ അതെല്ലാം നമുക്കത് വെറുതെ തിരിച്ചറിയല്ല, അത് വിശുദ്ധീകരിച്ച്, സ്വന്തം ഈശോയുടെ രക്തം കൊണ്ട് വിശുദ്ധീകരിച്ച് നമുക്ക് തിരിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ അതിനെല്ലാം നമുക്ക് ഓരോന്ന് എഴുതി വെച്ച് നമുക്ക് ഇതിനെല്ലാം ദൈവത്തിന് നന്ദി പറയാം. അതാണ് നമുക്ക് ഈ ആഴ്ച ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ ദൈവസ്നേഹത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ പ്രത്യുത്തരം കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്ത പ്രവൃത്തികൾ കൊണ്ടുവന്നത്? നമുക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത മേഖലകളെല്ലാം നമ്മൾ എഴുതി വെച്ചു അല്ലെ. ആ ജീവിതത്തിന്റെ പല മേഖലകളിലേക്കും ചിലപ്പോൾ ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് പറ്റിയിരുന്നില്ല. അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. അതുപോലെ ഈ ദൈവസ്നേഹം പങ്കുവെക്കുമ്പോൾ പലരിലേക്കും നമുക്ക് ആ സ്നേഹം ഒഴുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവരെയൊക്കെ കണ്ടെത്തി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ പാപാവസ്ഥയെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോഴോ അല്ലെങ്കിൽ പഠിച്ചപ്പോഴോ മനസ്സിലാക്കിയപ്പോഴോ നമ്മൾ പിശാചിന്റെ വാക്കനുസരിച്ചത് മൂലം അവന്റെ അടിമത്തത്തിലായി പോയത് കൊണ്ട് നമുക്ക് എന്തെല്ലാമാണ് അവൻ നമ്മെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. പിശാച് നമ്മെ കൊണ്ട് എന്തൊക്കെ മ്ലേച്ഛതകള്, വൃത്തികേടുകള്, ഇല്ല ദൈവത്തിന്റെ സ്നേഹത്തെ നിരസിച്ചുകൊണ്ട് എന്തെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ള കണ്ടെത്തിയിട്ട് നമ്മൾ അതൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതാവശ്യം വരും. പിന്നെ നമുക്ക് ഈ ആഴ്ചയിൽ നമുക്ക് എന്ത് ചെയ്യാൻ, ഈശോ നമ്മളെ രക്ഷിച്ചതിന്റെ അത് നമുക്ക് ആ രക്ഷ നമുക്ക് രക്ഷയെക്കുറിച്ച് ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ നമുക്ക് വീണ്ടെടുത്ത് തന്നത്, വില കൊടുത്ത്. അതെല്ലാം ഒന്ന് കുറിച്ച് വെച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ ആഴ്ചയിൽ നമ്മൾ ധ്യാനിക്കുന്ന സബ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ ധ്യാനിക്കുന്ന വചനങ്ങളിലൊക്കെ ഈ യേശു രക്ഷകനെ കുറിച്ചുള്ള വചനങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് ഓരോന്ന് ആ സമയങ്ങളിൽ നമുക്ക് ഒന്നും കൂടെ വെളിപ്പെട്ട് കിട്ടും. അപ്പൊ അതിനെല്ലാം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അങ്ങനെ ദൈവത്തിന്റെ ആ രക്ഷ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുകയും, അതിങ്ങനെ കയറിറക്കി ഇങ്ങനെ തരുമ്പോൾ നമ്മൾ കൈകെട്ടി നിന്നാൽ നമുക്ക് രക്ഷ കിട്ടുമോ? ആ കയറിൽ ഇങ്ങനെ കയറി പിടിച്ച് മുകളിലേക്ക് പോകണം. അപ്പൊ ഈ കയറി പിടിക്കാൻ എങ്ങനെ നമുക്ക് പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത ആഴ്ചകളിലൊക്കെ കാണും.
എങ്ങനെയാണ് നമ്മൾ ഈ രക്ഷ എങ്ങനെയാണ് നമ്മൾ പിടിക്കുക, ആ കയറിൽ എങ്ങനെയാണ് പിടിക്കേണ്ടത്, അങ്ങനെ കയറി യേശുവിലൂടെ യേശു ആകുന്ന പാശത്തിലൂടെ നമ്മൾ പിതാവിലേക്ക് എങ്ങനെ എത്താൻ പറ്റുന്നൊക്കെ നമ്മൾ അടുത്ത ആഴ്ചകളിലൊക്കെ കാണും. അപ്പം അതുവരെ ഈ രക്ഷ ഇത്രയും മഹത്തായ രക്ഷയെ അവഗണിക്കാതെ അത് നേടിയെടുക്കാനും സ്വന്തമാക്കാനും ഒക്കെ ആയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ആഴ്ചകളായിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു വത്സമ ചേച്ചി. ഈ ആഴ്ചയില് ഈശോ ഏകരക്ഷകനാക്കി സ്വീകരിച്ച് ആ സ്നേഹത്തിലായിരുന്ന് നമ്മളെ വെറുതെ നമ്മൾ ആരും വന്നവരല്ല, പേര് ചൊല്ലി നമ്മളെ തിരഞ്ഞെടുത്തവരാണ് ഈ വിസിയ കൂട്ടായ്മയിൽ നമ്മൾ എത്തിച്ചേർന്നത് എന്ന് വത്സമ ചേച്ചി നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് നമുക്ക് എല്ലാവർക്കും ഈ ആഴ്ചയിൽ വത്സമ ചേച്ചി പറഞ്ഞതുപോലെ നൽകിയിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സിനുമായി എഴുതി വെച്ച് നന്ദി പറയാം. ഈശോയെ ഏകരക്ഷകനായി സ്വീകരിക്കാം. അടുത്തതായി നമുക്ക് ക്ലോസിംഗ് മെസ്സേജ് ആൻഡ് ഫൈനൽ ബ്ലെസ്സിങ് ആണ്, പ്രെയർ ആൻഡ് ബ്ലെസ്സിങ് ആണ്. അതിനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയ ബഹുമാനപ്പെട്ട തോമസ് മേൽവട്ടത്തച്ഛനാണ്. അച്ഛനെ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മൾ യേശു രക്ഷകൻ എന്നുള്ള വിഷയത്തെ പറ്റിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ക്ലാസ്സുകൾ സംബന്ധിച്ചുകൊണ്ട് ശ്രവിക്കുകയായിരുന്നു. ഞാൻ ഇന്ന് തലശ്ശേരി അതിരൂപതയുടെ വിളക്കുന്നൂർ പള്ളിയിൽ അവിടെ ദിവികാരൻ്റെ അത്ഭുതം നടന്നത് നിങ്ങൾക്കറിയാമായിരിക്കും. 2013 നവംബർ 13 നടന്ന ഈശോയുടെ തിരുവോസ്തി വന്നതിൻ്റെ ഔദ്യോഗിക സഭ അംഗീകരിച്ച് ഇന്ന് നമ്മുടെ അപ്പോസ്തലൻ ന്യൂഷ്യ വന്ന് അത് പ്രഖ്യാപിച്ച് അതിൻ്റെ ആഘോഷത്തിൽ ഞങ്ങൾ തലശ്ശേരി അച്ഛന്മാരെല്ലാം പോയിപ്പോയിരുന്നു. അവിടെ താമസിച്ച് കയറാനായിട്ട്. ഈശോയുടെ രക്ഷ ഈശോ നമുക്കറിയാം പല വിധത്തിലാണ് ലോകത്ത് ദൃശ്യമാക്കുന്നത്. ദിവികാരനെ ഈശോയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോ തന്നെയാണ്, വിശുദ്ധ കുർബാന സ്നേഹിക്കുന്ന ഈശോ തന്നെയാണെന്നുള്ള ആഴമേറിയ ബോധ്യം ഈ കാലഘട്ടത്തിൽ കിട്ടാൻ വേണ്ടി കർത്താവ് അനുവദിച്ച ഒരു സംഭവമാണ് ഈ വിളക്കന്നൂരിലെ ദിവികാരൻ്റെ അത്ഭുതം എന്ന് പറയുക. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ യേശു രക്ഷകനാണെന്നുള്ള അനുഭവത്തിലേക്ക് എല്ലാവരും എത്തിക്കാൻ, ആ രക്ഷയുടെ ദൗത്യവാഹകരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ, ആ ഈശോ എൻ്റെ രക്ഷകനാണെന്ന ബോധ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റേ ഈശോയെ പറ്റി പറയാൻ, അനുഭവത്തിലൂടെ പറയാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് വചനത്തിലൂടെ ഈശോയെ പഠിക്കാനായിട്ട് ഉദാശകളുടെ ഈശോയെ അനുഭവിച്ചുകൊണ്ട് ആ രക്ഷയുടെ സന്ദേശം ലോകത്തിന് കൊടുക്കാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമെന്ന് പരിശുദ്ധാത്മാവ് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യത്തിലാണല്ലോ നമ്മൾ പങ്കുചേരുക. അപ്പം നമ്മളെ വിശുദ്ധീകരിച്ച് പ്രവർത്തീകരിച്ച് ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് ഈശോ രക്ഷകനാണെന്ന് പ്രഘോഷിക്കാൻ ഈശോയുടെ എല്ലാ പ്രവർത്തകരെയും പഠിതാക്കളെയും എല്ലാം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ പ്രത്യേകമായിട്ട് എല്ലാവർക്കും നേരുന്നു. മാതാവിൻ്റെ സന്ദർശനത്തിൻ്റെ ദിവസത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ഈശോയുടെ ദൂത് കൊടുക്കാനായിട്ട് എല്ലായിടത്തെല്ലാം രക്ഷയുടെ അനുഭവം കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഹാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു അച്ഛ. നമുക്കായിട്ട് ഇന്ന് അച്ഛന്റെ തിരക്കിനിടയിലും വിളക്കന്നൂർ യാത്രയുടെ ഇടയിലും നമ്മളോടൊപ്പം എത്തിച്ചേർന്ന അച്ഛന് ഒത്തിരി നന്ദി. അടുത്തായിട്ട് നമ്മൾ ഇന്നത്തെ സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നതിനായിട്ട് ഒരു പ്രാർത്ഥനാ സോങ്ങോടെ കൺക്ലൂഡ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഫ്രാൻസിസ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, നീയൻ അരികിൽ വന്നു ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു, നീയൻ പൈതലല്ലേ, ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ
മാറോട് ചേർത്തണച്ചു. നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോദൻ നാമം.